ഒരു ദൈവപൈതൽ സ്വർഗീയ കനാനിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപായി ഈ ലോക ജീവിതമാകുന്ന മരുപ്രയാണത്തിനിടയിൽ അവന് വിവിധ പോരാട്ടങ്ങളും നാനാ പരീക്ഷകളും വന്നു ചേരും. നമ്മെ പരീക്ഷിക്കുവാനായി ദൈവം അനുവദിച്ചിട്ട് പിശാച് വരുത്തുന്ന ഒരു പരീക്ഷയാണ് രോഗം എന്നത്. ജഡശരീരത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗം വരുന്നതോ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ വേദനകൾ അനുഭവപ്പെടുന്നതോ ഒരു അയോഗ്യതയല്ല. പക്ഷേ അകമേയുള്ള മനുഷ്യന് രോഗം പിടിപെടരുത്, അഥവാ അന്യ സ്വഭാവങ്ങളോ പിന്മാറ്റമോ പിടിപെടരുത് എന്ന് മാത്രം. മറ്റുള്ള പരീക്ഷകൾ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവയോടൊപ്പം കാണാൻ കഴിയുന്ന ഒരു പരീക്ഷയാണല്ലോ ഈ രോഗവും. മറ്റെല്ലാവിധമായ ഇവിടെ നാം കേട്ടതായ, അവിടെ വായിച്ചു കേട്ടതായ കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇവയൊക്കെ വരുന്നതിന്റെ ലക്ഷ്യം വല്യവിധേനയും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിരിച്ചു മാറ്റണം എന്നുള്ളതാണ്. ഏറെക്കുറെ അതേ ലക്ഷ്യം തന്നെയാണ് രോഗം എന്ന പരീക്ഷയ്ക്കുള്ളത്. നമ്മുടെ വല്യവിധേനയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിരിച്ച് മാറ്റി അകറ്റിയെടുക്കണം എന്നതാണ്. പക്ഷേ ഒരു യഥാർത്ഥ ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഈ വിധമായ പരീക്ഷകൾക്കൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവനെ വേർപിരിക്കാവതല്ല. ഒരു ഭക്തൻ വീണ് നട്ടലൊടിഞ്ഞ് കിടപ്പിലായി. ഏറെക്കുറെ 40 വർഷം ഒരേ കിടപ്പ്. എന്നിട്ടും പിറുപിറുപ്പാതെ സഹിപ്പാൻ കൃപയുള്ളവനായി, കർത്താവിനോട് സ്നേഹമുള്ളവനായി അവൻ കാണപ്പെട്ടു. തന്നെ കാണണമെന്ന ഒരു വ്യക്തി ചോദിച്ചു, ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും സംശയിക്കത്തക്കവണ്ണം നിങ്ങളെ പിശാച് പരീക്ഷിച്ചിട്ടില്ല എന്ന് പറയുമോ? താൻ പറഞ്ഞ മറുപടി, അങ്ങനെ എനിക്ക് പരീക്ഷ പിശാച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കിടക്കുകയും എൻ്റെ പല സ്നേഹിതരും സകുടുംബം കാറിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ, അങ്ങനെ കണ്ടപ്പോൾ പിശാചിന്റെ ചെവിയിൽ മന്ത്രിച്ചു, കർത്താവ് സ്നേഹമുള്ളവനും നല്ലവനുമാണെങ്കിൽ നിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്? അപ്പോൾ ഞാൻ ആ ക്രൂശ്യങ്കിലേക്ക് വിരൽ ചൂണ്ടി ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുറിവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിശാചിനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കർത്താവ് എന്നെ ഇത്രത്തോളം സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാക്ക് കേട്ട ഉടനെ പിശാച് ഓടി അകന്നുവെന്നാണ്. അനുഗ്രഹം സ്നേഹത്തിന്റെ മാത്രം അടയാളമായും പ്രശ്നങ്ങൾ ദൈവം വെറുക്കുന്നതിന്റെ അടയാളമായും ചിന്തിക്കുന്നവരുണ്ട്. സ്നേഹത്തിന്റെയും കരുതലിന്റെയും തെളിവ് എന്തെന്ന് ചോദിച്ചാൽ ക്രൂശിൽ കാണുന്ന ആ മുറിവുകളാണ്. ആ ക്രൂശിലെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അത്രേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വിവിധ പരീക്ഷകൾ, അതോടൊപ്പം രോഗവും കടന്നു വരുന്നത്. ഈ രോഗമെന്ന പരീക്ഷയെ എങ്ങനെ ജയിക്കണം? ദൈവഹിതം എന്തോ അത് നിറവേറുന്നവരെയും സഹിക്കണം. ഏതെങ്കിലും ഒന്നാവാം. ഒന്നുകിൽ സൗഖ്യമാക്കി ആ വിധത്തിൽ വിശ്വാസത്തെ മാനിക്കുക, അല്ലെങ്കിൽ അവൻ ആരംഭിച്ചതായ പ്രവൃത്തിയെ പൂർത്തീകരിച്ച് നിത്യമഹത്വത്തിലേക്ക് അവനെ കൈക്കൊണ്ട് അങ്ങനെയും അവന് വിശ്വാസത്തെ മാനിക്കുക. ദൈവഹിതം ഏതോ അത് നിറവേറുന്നത് വരെ സഹിച്ചുകൊണ്ട് വേണം ഈ രോഗത്തെ നാം ജയിക്കുവാൻ. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇയ്യോബ് ഇപ്രകാരം പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ വ്യക്തമാക്കുന്നു, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി അവനെ കാണും.
ചില പരിഭാഷയിൽ ദേഹസഹിതനായി, ഈ രണ്ടും ശരിയെന്ന് പറയാം. എന്റെ ത്വക്കയിൽ നശിച്ച ശേഷം ദ്രവത്വമുള്ള ദേഹരഹിതനായും അദ്രവത്വമുള്ള ദേഹസഹിതനായും ഞാൻ എന്റെ ദൈവത്തെ കാണും, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. യോബ് പറയുമ്പോൾ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറമായ ഒരവസ്ഥയാണ്. ഉള്ളങ്കാൽ മുതൽ നെറുകവരെയും പരുക്കൾ ബാധിച്ച് അവൻ എല്ലും തോലുമായി തീർന്ന് അവന്റെ മാംസം പുഴുക്കൾ തിന്നു തീർത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവം എന്റെ സ്ഥിതിക്കൊരു ഭേദം വരുത്തുമ്പോൾ വരുത്തട്ടെ, ഞാൻ മറ്റൊരു മാർഗം ആലോചിക്കുന്നേ ഇല്ല എന്ന നിലപാടിൽ ജീവിച്ച ഒരു വിശുദ്ധനായിരുന്നു യോബ്. അതുകൊണ്ടാണ് യോബിനെ കുറിച്ച് അപ്പോസ്തലനായ യാക്കോബ് പുതിയ നിയമസഭയ്ക്ക് എഴുതുമ്പോൾ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യവും 10-ാം വാക്യവും വായിക്കുന്നതായ വേളയിൽ ആ പഴയ വിശുദ്ധനെ എടുത്തിട്ട് പുതിയ നിയമസഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് അവൻ ഒരു ദൃഷ്ടാന്തമാണ്. ദീർഘക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിപ്പീൻ. യോബിന് ഉണ്ടായ കഷ്ടതയും കർത്താവ് അവന് നൽകിയതായ കൃപയും അവന്റെ സഹിഷ്ണുതയും അവനെ മാനിച്ചതും കരുണ കാണിച്ചതും അവിടെ അപ്പോസ്തലൻ പുതിയ നിയമസഭയെ ഓർപ്പിക്കുകയാണ്. ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. ദൈവിക രോഗശാന്തി ഇല്ലാത്ത ഗോസ്പൽ ഫുൾ ഗോസ്പൽ അല്ല. ദൈവിക രോഗശാന്തി പാലിക്കുന്ന വിശ്വാസികളും അത് പാലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ശുശ്രൂഷകരും മാത്രമാണ് യഥാർത്ഥ ദൈവസഭ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവിക രോഗശാന്തി ഇല്ലാത്ത ഗോസ്പൽ ഫുൾ ഗോസ്പൽ അല്ല. ദൈവിക രോഗശാന്തി പാലിക്കുന്ന വിശ്വാസികളും അത് പാലിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതായ ശുശ്രൂഷകരും മാത്രമാണ് യഥാർത്ഥ ദൈവസഭ. ആ യഥാർത്ഥ ദൈവസഭയായിരിക്കും ക്രിസ്തുവിന് വരവെങ്കിൽ ഉൾപ്രാമണം പ്രാപിക്കുക. ചില ചോദിക്കും, നാം വേദന ഇങ്ങനെ അങ്ങ് തിന്നണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് കാരണം നാം ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മാനവജാതിക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. അവിടുന്ന് വിസ്തരിക്കപ്പെട്ടു. വിസ്താരവേളയിൽ അനുഭവിച്ച പീഡനങ്ങൾ ഒരു വശത്ത്, ചാട്ടവാറിനാൽ അടിക്കപ്പെട്ടു, മുൾമുടി അവന്റെ തലമേൽ വെച്ച് കോലുകൊണ്ടടിക്കപ്പെട്ടു, അവൻ മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തു, മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ചു. കൂടാതെ രക്തം വാർന്ന അവശനായ ക്രിസ്തുവിനെ അവനെ ക്രൂശിക്കാനുള്ളതായ ക്രൂശമരം ചുമപ്പിച്ചുകൊണ്ട് ഗോൽഗോഥയിലേക്ക് റോമൻ പടയാളികൾ തെളിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ക്രിസ്തുവിനെ ക്രൂശമരത്തിന്മേൽ കിടത്തി അവന്റെ കൈകളിൽ ഇടത്തുകയിലും വലത്തുകയിലും ഓരോ ആണിയും, രണ്ട് കാലുകളും ചേർത്ത മറ്റൊരു ആണിയും, അങ്ങനെ 3 ആണിമേൽ ക്രിസ്തുവിനെ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ തൂക്കി. ആ കിടപ്പ് നാം ശ്രദ്ധിക്കുമ്പോൾ ശരീരത്തിന്റെ ഭാരം മുഴുവനും വലിഞ്ഞ് മുറുകി തുടങ്ങുന്നതോടുകൂടെ ചുട്ടുപഴുപ്പിച്ചതുപോലെയുള്ള വേദന നാഡീഞരമ്പുകളിലേക്ക് വ്യാപിച്ച് തലച്ചോറ് വരെ എത്തിച്ചേർക്കുന്നു. ഇതിനെക്കുറിച്ച് പഠിച്ച ഒരു ഡോക്ടർ നൽകുന്നതായ വിവരണമാണ്, സാധാരണക്കാരുടേതല്ല. ശിരസിലൂടെയും കൈകാലുകളെയും കുത്തിത്തുളച്ചു കയറുന്ന വേദന നിമിത്തം മാംസപേശികൾ കോച്ചി പിടിക്കുന്നു. അസ്ഥിയിൽ നിന്ന് മാംസം വേർപെടുന്നത് പോലെയുള്ള മരണവേദനയാൽ ശരീരം പുളയുന്നു. തുടർന്ന് നെഞ്ചിലെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നതോടുകൂടെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നതിനാൽ പ്രാണവായുവിനായി ശരീരത്തെ കാലിൽ ഉയർത്താനൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ ശരീരഭാരം മുഴുവനും കാലിലുംപാടികൾ തറച്ചു കയറ്റിയ കാലിൽ കൊടുത്ത ശരീരത്തെ ഉയർത്തുമ്പോൾ പ്രാണവായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുമെങ്കിലും അതിനെ ഉച്ഛ്വസിക്കുവാൻ കഴിയാതെ വിമിഷ്ടപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കെട്ടിപ്പടരുകയും ചെയ്യും. മരക്കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട്
പലതവണ ശരീരത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യേണ്ടി വരുന്നതിനാൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പൊട്ടുന്നു. നെഞ്ചിലെ ശക്തിയായ വേദനയെ തുടർന്ന് രക്തത്തിൽ നിന്നും വേർതിരിയുന്ന മഞ്ഞ നിറമുള്ള ഒരു ദ്രാവകം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന നേർത്ത തൊലിക്കുള്ളിൽ വന്ന് നിറയുന്നു. ഹൃദയവിമിഷ്ടത്തോടൊപ്പം ഉണ്ടാകുന്ന സമ്മർദ്ദം ഹൃദയപേശികളെ ഞെക്കി ഞെരുക്കി രക്തത്തിന്റെ പമ്പിങ് ക്ലേശവും കഠിനവുമാക്കി തീർക്കുന്നു. തകരുന്ന ശ്വാസകോശം വെപ്രാളത്തോടെ പ്രാണവായുവിന് വേണ്ടി വീർപ്പുമുട്ടുന്നു. പിടയുന്ന ശരീരത്തിൽ ജീവനും മരണവും തമ്മിലുള്ള മൽപ്പിടുത്ത മൂർച്ഛന്യ സ്ഥിതിയിൽ എത്തിച്ചേരുന്നു. ഉറച്ച പാറ പോലെ കഠിന ഹൃദയമുള്ള മനുഷ്യന് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഘോരമായ ഒരു കാഴ്ചയാണത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഈ സ്ഥിതി കണ്ടുകൊണ്ട്, അല്ല അങ്ങനെയുള്ള പലരുടെയും സ്ഥിതി കണ്ടുകൊണ്ട് പടയാളികൾ ഒരു സൗമനസ്യം ചെയ്യാറുണ്ട്. ഇവരുടെ വേദന അവരറിയാതിരിക്കുവാൻ അവർക്കൊരു മയക്കുമരുന്ന് കൊടുക്കും. വേദപുസ്തകം കണ്ടിവെണ്ട കലർത്തിയ വീഞ്ഞ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. യേശുവിനോടും പടയാളികൾക്ക് ഒരു സൗമനസ്യം തോന്നി. ഇനി അവൻ വേദനപ്പെടാതെ ഇരിക്കട്ടെ എന്ന് കരുതി അത് അവന് കുടിപ്പാൻ കൊടുത്തു എന്ന് കാണുന്നുണ്ട്. അത് കുടിച്ചാൽ ഇന്നത്തെ ക്ലോറോഫോം ഉപയോഗിക്കുന്നത് പോലെ മയങ്ങുകയും പിന്നീട് വേദന ഒട്ടും അറിയാതിരിക്കുകയും ചെയ്യും. അങ്ങനെ കിടന്ന് ജീവൻ വെടിഞ്ഞുകൊള്ളും. എന്നാൽ യേശു അത് വാങ്ങിച്ചുവോ? മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു അത് വാങ്ങിയെന്നും അതേ അധ്യായം 23-ാം വാക്യത്തിൽ വാങ്ങിയില്ല എന്നും ഒരേ അധ്യായത്തിൽ വച്ചിരിക്കുന്നു. ഏതായിരിക്കും ശരി? രണ്ടും ശരി. അതിങ്ങനെയാണ്. ക്രിസ്തുവിനെ ക്രൂശിച്ചതായ ആ വേളയിൽ അതിന്റെ ക്രൂശീകരണത്തിന്റെ ആരംഭത്തിൽ തന്നെ അവന് ബോധം കെടുവാനുള്ള മയക്കുമരുന്ന് കൊടുത്തപ്പോൾ അവൻ വാങ്ങുവാൻ വിസമ്മതിച്ചു. കാരണം വ്യക്തം. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപശാപ രോഗങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ വേദനകളെ ഒരു ശരീരത്തിൽ ചുമക്കേണ്ടതിന് വേണ്ടി ഉള്ള യാതനകൾ ഒരു അബോധാവസ്ഥയിൽ ഏൽക്കുവാൻ ക്രിസ്തു തയ്യാറായിരുന്നില്ല. ആ വേദന മുഴുവനും ബോധത്തോടുകൂടെ സഹിക്കുവാൻ ക്രിസ്തു സമർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണത് വാങ്ങാതെ ക്രൂശിൽ കിടന്ന 3 മണിക്കൂറുകളും ബോധത്തോടുകൂടെ കിടന്ന് നമുക്കായി മുഴുവേദനയും തിന്നു തീർത്തത്. എങ്കിലും തന്റെ മരണത്തോടെടുത്തതായ വേളയിൽ തന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതായ ഏതെങ്കിലും പ്രവചനം എന്റെ ജീവിതത്തിൽ മരണത്തിനു മുമ്പ് ഇനി നിവർത്തിപ്പാനുണ്ടോ? ഓരോന്നോരോന്നും നിവർത്തിച്ചു ചിന്തിച്ചു വരുമ്പോൾ ഒരു പ്രവചന ഭാഗം മനസ്സിലേക്ക് ഓടിയെത്തി. അതെ, അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്നുള്ളതായ ഒരു വചനം. അങ്ങനെയെങ്കിൽ അതും കൂടെ നിവൃത്തിയാകണമല്ലോ എന്ന് കണ്ട് മുമ്പേ കൊടുത്തിട്ടും വാങ്ങാതിരുന്നതായ ആ വീഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു ഉറച്ചത്തിൽ നിലവിളിച്ചിട്ട് ചോദിച്ചു വാങ്ങി കുടിച്ച പ്രാണനെ വിട്ടു. സ്തോത്രം. യേശു ക്രിസ്തു വേദന നമുക്ക് വേണ്ടി ബോധപൂർവം അനുഭവിച്ചു. ചോദ്യം, ഇങ്ങനെ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിലനിന്ന വേദന തിന്നണമെന്ന് അങ്ങനെ ദൈവോദ്ദേശ്യമാണോ? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വേദന സഹിക്കാതിരിപ്പാൻ, അറിയാതിരിക്കാൻ അവസരം കിട്ടിയിട്ടും നിഷേധിച്ചുകൊണ്ട് മുഴുവനും സഹിച്ചുവെങ്കിൽ നാമും ക്രിസ്തുവിന് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ഉപദേശത്തിന് വേണ്ടിയും അതേ വേദനകൾ സഹിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, യേശു രക്ഷകനാകാൻ വേണ്ടിയല്ലേ ഈ വേദനയൊക്കെ സഹിച്ചത്? ഞാനിപ്പോൾ ആരുടെയും രക്ഷകനൊന്നും ആകാൻ പോകുന്നില്ലല്ലോ. എന്നാൽ രക്ഷകൻ മാത്രമല്ല, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന് അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുക എന്നൊരു വിഷയം കാണുന്നുണ്ട്. അതിനായി നാനാ പരീക്ഷകളിലൂടെ ഒരു വിശ്വാസി കടന്നു പോകണമെന്നുണ്ടെന്ന് പത്രോസ് അവരെ അവിടെ വിശദീകരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന് ഒരു അന്ധമായ ആത്മരക്ഷയുണ്ട്. വിശ്വാസം തുടങ്ങുന്നു,
അതിന്റെ അന്തം ഒരു ആത്മരക്ഷയിലൂടെയാണ്. ആത്മരക്ഷ എന്തായിരിക്കും? യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ ക്രിസ്തു നിദ്ര കൊണ്ടവരുടെ പുനരുത്ഥാനവും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരുടെ ശരീരൂപാന്തരമാണ് ആ ആത്മരക്ഷ. ഒറ്റ വാക്കിൽ ഉൾപ്രാമണം എന്ന് പറയാം. അങ്ങനെയെന്ന് വരികിൽ ആ വിശ്വാസത്യന്തമായ ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ ശോധന ആവശ്യമാണെന്ന് പത്രോസ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയെ അവിടെ രത്നച്ചുരുക്കമായിട്ട് വിവരിച്ചിരിക്കുന്നു. അതിൽ നമ്മൾ 11-ാം അധ്യായത്തിന് 35 മുതൽ 38 വരെ വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ വിശ്വാസവീരന്മാരിൽ ചിലർ ഉദ്ധാരണത്തിന് അവസരം അവർ മുമ്പാകെ വെച്ചു നീട്ടിയിട്ടും മനഃപൂർവ്വം നിരസിച്ചുകൊണ്ട് അവർ ഭേദ്യം മനഃപൂർവ്വമേറ്റു. വീണ്ടും പറയാം, ഈ ചുവരാൾ അറുക്കപ്പെടുകയും കോലാടുകളുടെയും ഒക്കെയും തോല് ധരിക്കുകയും കല്ലേറേൽക്കുകയും ഒക്കെ ചെയ്തിട്ടും ആ സമയത്ത് അതിൽ നിന്ന് വിടുവിക്കപ്പെടാനുള്ളതായ ഉദ്ധാരണത്തിലുള്ളതായ ഒരു മാർഗം വാഗ്ദാനങ്ങളുടെ മുൻപാകെ വെച്ച് നീട്ടപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിടുതൽ വേണ്ട എന്ന് മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് അവര് ഭേദ്യമേറ്റു, പീഡനങ്ങൾ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അതിന്റെ അർത്ഥമെന്താണ്? വിശ്വാസത്തിന് അന്ധമായ ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരുവൻ പീഡനങ്ങളും വേദനകളിൽ നിന്നും ഉള്ള ഉദ്ധാരണത്തിലുള്ളതായ മാർഗം സ്വീകരിക്കാതിരിക്കുന്ന ഒരു അനുഭവമുണ്ട് എന്നല്ലേ? ചിലർ പറയും, ഞാൻ ട്രീറ്റ്മെന്റൊന്നും ചെയ്യത്തില്ല, പിന്നൊന്ന് ചെക്കപ്പ്. മറ്റൊന്നിനുമല്ല, ശരീരത്തിന്റെ ആ കൊളസ്ട്രോളിന്റെ നിലയോ പ്രഷറോ ഷുഗറോ എന്ന് അറിഞ്ഞാൽ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കാമല്ലോ, അതാണ്, വേറെ ഉദ്ദേശ്യമൊന്നുമില്ല. വിശ്വാസം കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് ചെക്കപ്പിനായി ഒരുവൻ പോകുന്നത്. അത് ഭക്തന്മാരുടെ ജീവിതം നോക്കിയാൽ അവര് ചെക്കപ്പ് ചെയ്തല്ല ഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. അതിനവിടെ ഉള്ളിൽ ഒരു മീറ്റർ ഉണ്ടായിരുന്നു. എന്താണെന്ന് ആർക്ക് പറയാം? പരിശുദ്ധാത്മാവ്. പാസ്റ്റർ പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. തന്നെ മുൻപാകെ എത്ര ആഹാരം കൊണ്ടുവച്ചാലും തന്നെ ഉള്ളിൽ ആത്മാവ് പറയും, ഇന്നത് കഴിച്ചാട്ട് ഇന്നത് കഴിക്കണ്ട. സാധു കൊച്ചുമുദേശിന്റെ പേരുള്ള ഒരു ത്യാഗവീര്യനുണ്ടായിരുന്നു. അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു. തന്നെ മുൻപിൽ എത്ര വിഭവസമർത്ഥമായി സദ്യ കൊണ്ടുവച്ചാലും തന്റെ ഉള്ളിൽ നിന്ന ഒരു നിർദ്ദേശം, ഇന്നതും ഇന്നതും കഴിച്ചാൽ മതി, ഇന്നത് വേണ്ട. ഭക്തന്മാരും വിശുദ്ധന്മാരും മീറ്റർ നോക്കിയല്ല ഭക്ഷിച്ചത്, പരിശുദ്ധാത്മാവായിരുന്നു അവരുടെ ഭക്ഷണത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഡയറ്റ് കീപ്പ് ചെയ്തത് പരിശുദ്ധാത്മാവായിരുന്നു. അപ്പോൾ ഈ അനുഭവത്തിൽ തന്നെ വേണമോ, ആ ചെക്കപ്പ് ചെയ്യുന്നതിൽ ഒരു തെറ്റുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ അസോസിയേറ്റ് ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ ആയിരുന്ന അടുത്ത സമയത്ത് മഹത്വത്തിൽ പ്രവേശിച്ച പാസ്റ്റർ ജോയ് ഫിച്ച് അവർകൾ താൻ ഒടുവിൽ ഇന്ത്യയിൽ വന്നപ്പോൾ നൽകിയ ഒരു വേദപഠന ക്ലാസ്സിൽ തന്റെ അനുഭവം വിവരിക്കുകയുണ്ടായി. തനിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്നിട്ട് തന്റെ ഒരു കൈ അങ്ങ് തളർന്ന നിലയിലായി, ഉയർത്തുവാൻ കഴിയുന്നില്ല, അതിവേദന, അത് ഉയർത്താൻ കഴിയാത്ത നിലയിലായി. അങ്ങനെ താൻ ആ അനുഭവത്തിൽ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ കടന്നുപോയപ്പോൾ ചില ആളുകൾ വന്നിട്ട് പാസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ബ്ലഡൊക്കെ എടുത്ത് ചെക്ക് ചെയ്തു. എന്നിട്ട് അവർ നിർദ്ദേശിച്ചു, പാസ്റ്റർ ഇനി അത് മധുരമൊക്കെ കുറെ വർജിക്കണം, മറ്റു ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഡയറ്റ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷമായിട്ടും അതൊക്കെ താൻ കുറെ പാലിക്കുന്നത് പോലെയൊക്കെ ഒന്ന് നോക്കി. എന്നാലും ഈ സൗഖ്യം വരാൻ വേണ്ടി ദൈവത്തോടെ നിരന്തരം താൻ പോരാടിക്കൊണ്ടിരുന്നു. താൻ ഒരിക്കൽ കുളിമുറിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നതായ സമയത്ത്, അന്നാ കുളിച്ചാലും ഒരു കൈ കൊണ്ട് മാത്രമേ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കാര്യം മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു, നിനക്ക് വിശ്വാസത്താൽ രോഗശാന്തിയാണ് ആവശ്യമെങ്കിൽ നിന്റെ ശരീരം ചെക്ക് ചെയ്യുവാൻ അനുവദിച്ചത് എന്തിന്?
നിന്റെ ശരീരം ചെക്ക് ചെയ്യാൻ അനുവദിച്ചപ്പോൾ നിന്റെ ശരീരത്തിൽ രോഗമുണ്ട് എന്ന് നീ സമ്മതിച്ചതിന് തുല്യമായി. രോഗശാന്തി എന്നത് എന്റെ ശരീരത്തിലെ രോഗം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചു, അതിപ്പോൾ ഇവിടെ ഇല്ല എന്ന വിശ്വാസത്താൽ, കാണാത്ത കാര്യങ്ങൾ നിശ്ചയത്താൽ ലഭിക്കുന്നതായിരിക്കെ അത് ശരിയായില്ല എന്ന് ആത്മാവ് പറഞ്ഞു. ഉടനെ തന്നെ താൻ ദൈവസന്നിധിയിൽ താഴ്ത്തി, കർത്താവേ, ഞാൻ അത്രത്തോളം ചിന്തിച്ചില്ല, തെറ്റിപ്പോയി എന്ന് അത് പറഞ്ഞതിന് ശേഷം താൻ ടവല് തൂക്കിയിട്ടിരുന്നത് അത് എടുക്കാൻ വേണ്ടി ആ തളർന്നു കിടന്ന കൈയാണ് പെട്ടെന്ന് പൊക്കിയത്. ഇത് പറഞ്ഞു തീരുകയും ഓർക്കാതാണ് ഈ കൈക്ക് ഇങ്ങനെ ഒരു സ്വാധീനക്കുറവാണെന്ന കാര്യം എങ്ങനെയോ മറന്നുപോയിട്ട് ടവലെടുക്കാനായി കൈ ഉയർത്തിയത് വയ്യാത്ത കൈയായിരുന്നു. അപ്പോൾ തന്നെ സൗഖ്യവുമായി. ശ്രദ്ധിക്കുക, ദൈവഭക്തന്മാർ വിശ്വാസത്തിൽ എങ്ങനെ നിലനിന്നുവോ അങ്ങനെ നിലനിൽക്കുവാനുള്ള കൃപ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. സകല വിശുദ്ധന്മാരുടെ അവകാശം ലഭിപ്പാൻ നമുക്ക് അവരുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ചില പറയുന്നത് വിടുതലിനായിട്ടുള്ള വരങ്ങളൊന്നും ജോലിക്കുന്നില്ല, അതുകൊണ്ടാ ഇപ്പൊ മനുഷ്യന്റെ ആശ്രയിക്കേണ്ടി വരുന്നത്. പണ്ടൊക്കെ ദൈവരോഗശാന്തിന്റെ വരം ജ്വലിക്കുകയും അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്ത് ഇപ്പൊ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഉൾപ്രാവണം പ്രാപിക്കണമെങ്കിൽ വിശ്വാസം പൂർണ്ണപ്പെടണം എന്നൊരു സത്യമുണ്ട്. നമുക്ക് വിശ്വാസമുണ്ട്, വിശ്വാസത്തിന് ഒരു പൂർണ്ണത കൈവന്നെങ്കിൽ മാത്രമേ കർത്താവിന് എടുക്കപ്പെടാൻ കഴിയുള്ളൂ. ഒരുവന്റെ വിശ്വാസം പൂർണ്ണപ്പെടാൻ ദൈവം അവനെ പടിപടിയായിട്ടാണ് നടത്തുന്നത്. എവറസ്റ്റ് കയറുന്നവര് നേരിട്ട് വെയിലിന് മുകളിൽ പോയി ലാൻഡ് ചെയ്യുകയല്ല, അവര് താഴെ നിന്നേ വളരെ ക്ലേശത്തോടെ കയറി 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 മുകളിൽ എത്തിച്ചേരുകയാണ്. ഇതുപോലെ വിശ്വാസം പൂർണ്ണപ്പെടണമെങ്കിൽ പടിപടിയായ ഒരു വളർച്ചയുണ്ട്. ഒരു വിശ്വാസം പൂർണ്ണപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ദൈവം പടിപടിയായി നടത്തും. അതൊരു വ്യക്തിയായിരുന്നാലും സഭയായിരുന്നാലും വിടുതൽ കൊടുക്കുന്ന അനുഭവത്തിൽ അത് തുടങ്ങിയിട്ട് ഒടുവിലാവുമ്പം വിടുതലില്ലാത്തൊരവസ്ഥയിലേക്ക്, വിടുതൽ കൊടുക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് അത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് വിശദമാക്കാം. യോഹന്നാൻ സ്നാപകൻ അവൻ ഒരു ഉജ്ജ്വല പ്രഭാഷകനായിരുന്നു. ദൈവനെ ശക്തിയായി ഉപയോഗിച്ചു. പക്ഷേ അവന്റെ ജീവിതാന്ത്യത്തിലേക്ക് വന്നപ്പോൾ ദൈവം മറന്നതുപോലെയുള്ള പാതയിൽ അവൻ പോയി, വിടുതലില്ലാത്ത പാതയിൽ. കേവലം ഒരു ദുഷ്ട സ്ത്രീ അവളുടെ മകളെ ഉപയോഗിച്ച് രാജാവിനെ പ്രസാദിപ്പിച്ച് അവന്റെ തല ഛേദിപ്പാനുള്ള അനുവാദം വാങ്ങി ചിരച്ഛേദം ചെയ്യപ്പെട്ട ഒരു വിശുദ്ധൻ ഇവിടുന്ന് പോകേണ്ടി വന്നു. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരമട് വെളിപ്പെട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് എത്ര കൃപാവരമുള്ള മനുഷ്യനായിരുന്നറിയാമല്ലോ. അവൻ എത്ര രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ പോലെ ഉയർപ്പിച്ചു, മുടന്തരെ നടക്കുമാറാക്കി. മാത്രമല്ല അവന്റെ ശരീരത്തിലുള്ളതായ ഉത്തിരിയവും റൂർമാലും പോലും കൊണ്ടുപോയിട്ടാൽ രോഗികൾക്ക് സൗഖ്യം വരത്തക്കവണ്ണം ദൈവശക്തി അവൻ എത്ര പ്രകടമായിരുന്ന ഒരു അപ്പോസ്തലനായിരുന്നു. പലപ്പോഴും മരണത്തിന് ദൈവനെ വിടുവിച്ചിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്കായി പടിപടിയായി നടത്തി ഒടുവിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒരു വരവും ജ്വലിക്കാതെയായി. അവൻ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 10 വരെ വായിക്കുന്നതായ വേളയിൽ അവൻ ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു സാത്താന്റെ ദൂതൻ അവനെ കുത്തിക്കൊണ്ടിരുന്നു. അവൻ കർത്താവിനോട് അപേക്ഷിച്ചു, ഇതൊന്ന് നീങ്ങിക്കിട്ടണം. ഒന്ന് പ്രാർത്ഥിച്ചു, കേട്ടില്ല. രണ്ടാമതൊന്നുകൂടെ ശക്തിയായി പ്രാർത്ഥിച്ചു, കേട്ടില്ല. മൂന്നാമത് സർവശക്തിയോട് പ്രാർത്ഥിച്ചു, അതും കേട്ടില്ല. ഒരു മറുപടി വന്നു, ആ മുള്ള് ശൂലം അവിടെ തന്നെ ഇരിക്കട്ടെ, നിനക്ക് എന്റെ കൃപ മാത്രം മതി. അവനൊരു പുതിയ വെളിപ്പാടായിരുന്നു. അനവധി അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗവരങ്ങളുടെയും അനുഭവങ്ങളിൽ നിന്ന് ഒടുവിൽ ചെന്നെത്തിയത് 3 വട്ടം ശക്തിയായി പ്രാർത്ഥിച്ചിട്ടും വിടുതൽ നിഷേധിക്കപ്പെടുന്ന, എന്റെ കൃപ മതി എന്ന മറുപടി ലഭിക്കുന്ന ഒരു പ്രത്യേക നിലയിലായിരുന്നു. അവന്റെ വിശ്വാസം പൂർണ്ണതയെത്തിച്ചേരുവാൻ ദൈവം നടത്തിയ വിധം. അതിനാൽ അവന്റെ വിശ്വാസം പൂർണ്ണപ്പെട്ടപ്പോൾ അവൻ അത് വെളിപ്പെടുത്തി എഴുതുകയുണ്ടായി. ഞാനതിന് ഉദാഹരണം പറയാം.
നമ്മുടെ കുട്ടികൾ സൈക്കിൾ സവാരി പഠിക്കും. സൈക്കിളിന് സാധാരണ 2 വീലാണ് ഉള്ളതെന്ന് വരികിൽ സവാരി പഠിക്കുന്നതായ സൈക്കിളിന് 4 വീലുണ്ട്. പുറകത്തെ വീലിന് ഇടവും പോലും ഒരു സപ്പോർട്ട് വീലൂടെ ഉണ്ട്. അതാകുമ്പോൾ ബാലൻസ് ഇല്ലെങ്കിലും ഒരു കുട്ടിക്ക് ഓടിച്ചു പോകാം. അങ്ങനെ സപ്പോർട്ട് വീലോടുകൂടെ ഒരു സൈക്കിൾ ഓടിച്ച് അവൻ 2 വീലിൽ സഞ്ചരിക്കുന്ന കൊണ്ടും ബാലൻസായി കഴിയുമ്പോൾ സപ്പോർട്ട് വീലങ്ങ് മാറ്റുകയായി. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം പഠിക്കുവാൻ ചില സപ്പോർട്ട് ദൈവം തരും. പ്രാർത്ഥിച്ച ഉടനെ രോഗശാന്തി, ആരെയും കൈവച്ച ഉടനെ വിടുതൽ, അസാധ്യമായ കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ ഒക്കെ നടക്കും. അതൊക്കെ നിന്റെ വിശ്വാസം ബാലൻസിലേക്ക് വരാൻ വേണ്ടിയുള്ള ആദ്യകാല സപ്പോർട്ട് മാത്രമാണ്. കുറെ കഴിയുമ്പോൾ സപ്പോർട്ട് വീല് മാറ്റുകയായി, ചിലപ്പോൾ വിടുതലില്ലാത്ത പാത. എന്നാൽ ആ പാത അതിന്റെ വിശ്വാസത്തെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുകയാണ്. അത്തരത്തിൽ പാതയിൽ പോയി വിശ്വാസം മുന്നപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്, പൂർവകാല വിശുദ്ധ പിതാക്കന്മാർ അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. തന്റെ സ്വന്തം സാക്ഷ്യം 2 തിമോഥെയോസ് 4:7 വായിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുന്നു. വിശ്വാസത്തിന് ഒരു പൂർണ്ണത വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ വ്യക്തികൾ എന്ന നിലയിലും സഭ എന്ന നിലയിലും കൃപകളും വരങ്ങളും ജ്വലിക്കാത്തൊരു പാതയിലും ദൈവം നടത്തുന്നത്. ഇനി ദൈവിക രോഗശാന്തിയിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് എല്ലാമായി എന്ന് പ്രശംസിക്കരുതേ. കാരണം നാം മറ്റു അനവധി വിഷയങ്ങളിലും പൂർണ്ണത പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം ദൈവസ്നേഹത്തിൽ പൂർണ്ണരായി തീരണം, നാം അനുസരണത്തിൽ പൂർണ്ണരായി തീരണം, നമുക്ക് ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടായിരിക്കണം. ഇതെല്ലാം ദൈവം പ്രതീക്ഷിക്കുന്ന മറ്റുള്ള പൂർണ്ണതകളാണ്. ഒന്നുകൊണ്ട് തൃപ്തിപ്പെടാതെ മറ്റു കാര്യങ്ങളിലും പൂർണ്ണപ്പെടുവാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് എടുക്കപ്പെടുവാൻ യോഗ്യരായി തീരാൻ കഴിയുള്ളൂ. ഒരപേക്ഷയുള്ളത്, ജീവിതം ക്രമപ്പെടുത്തുവാൻ മനസ്സില്ലാത്തവൻ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിൽക്കരുത്. മനസ്സിലായില്ല? ഇരിക്കാം. ചില ആളുകൾ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് വരികിലും തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവരൊരിക്കലും തയ്യാറല്ല. കയ്പുണ്ട്, പകയുണ്ട്, പ്രതികാര ചിന്തയുണ്ട്, മറ്റുള്ളവരുടെ നിലപ്രാപിക്കാത്ത അനുഭവങ്ങളുണ്ട്, കോപവും അസൂയയുമുണ്ട്. അതിനേക്കാൾ ഒക്കെ ഗുരുതരമായ പല കാര്യങ്ങളും കയ്യിൽ വെച്ചുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയാൽ വിടുതൽ മതി, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. ബുദ്ധിമുട്ടാണ്. നീ ദൈവിക രോഗശാന്തിക്ക് നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു, നിന്റെ ജീവിതം ക്രമപ്പെടുത്തുവാൻ തയ്യാറായി തീരുക. കർത്താവിന് സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ തുറന്ന ഹൃദയത്തോടുകൂടെ, കർത്താവേ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് വരികിൽ നേരിട്ടോ വചനത്തിലൂടെയോ ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ പ്രവചനത്തിലൂടെയോ ശുശ്രൂഷകരിലൂടെയോ സഹവിശ്വാസിയിലൂടെയോ ഒരു ശിശുവിലൂടെയോ എന്റെ ശത്രുവിൽ കൂടെയോ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ ക്രമീകരിച്ചു കൊള്ളാം എന്നുള്ള തീരുമാനത്തോടെ വേണം ദൈവിക രോഗശാന്തിക്ക് വേണ്ടി കാത്തു നിൽക്കുവാൻ. ദൈവിക രോഗശാന്തിയിൽ നിൽക്കുന്നവർ ദൈവസ്വഭാവം കൂടെ പ്രാപിക്കുന്നവരായി തീരണം. കാരണം പുതിയ യെരൂശലേമും സിയോനും എന്ന പുതിയ സഭയുടെ അവകാശം ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ തികഞ്ഞവർക്കുള്ളതാണ്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ തികവാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ യോഗ്യത എന്നത്. ക്രിസ്തുവിന്റെ താഴ്മ, അനുസരണം, സൗമ്യത, സ്നേഹം, വിശുദ്ധി, അങ്ങനെ പോകുന്നത് ഓരോന്നും. ഒരു മണവാളന് അനുയോജ്യമായ മണവാട്ടി എന്ന് പറയുമ്പോൾ മണവാളന് ഏതെല്ലാം സ്വഭാവ ഗുണങ്ങളുണ്ടോ അത് എല്ലാം തന്നെയും മണവാട്ടിയിലുണ്ടായിരിക്കണം. ലോകത്തിൽ അങ്ങനെയൊന്നും ലഭിക്കണമെന്നില്ല. പക്ഷേ ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് അത് നിർബന്ധം തന്നെയാണ്. ക്രിസ്തുവിനുള്ള സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെയുള്ള ഒരു മണവാട്ടിയെ ചേർക്കുവാനാണ് യേശു വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിൽ ആ സ്വഭാവം ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം ദൈവം കഷ്ടത അനുവദിക്കുന്നത്. കഷ്ടത അനുവദിക്കുന്നതിന്റെ ഉദ്ദേശ്യമെന്ത്?
അതിന്റെ മറുപടി പറയുവാൻ തികച്ചും യോഗ്യൻ യോബ് തന്നെയാണ്. അവരിങ്ങനെ പറയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അറിയാവുന്ന ആളുകൾ പറയുന്നത്, ഒരുവൻ ഒരു പൊന്ന തീയിൽ ഊതിക്കഴിച്ച് അത് ശരിയായി അതിന് കീടമൊക്കെ പോയി കഴിഞ്ഞാൽ അത് പുറത്തെടുക്കുമ്പോൾ വെട്ടിത്തിളങ്ങും പോലും ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നത് പോലൊക്കെ തന്നെ ഏറെക്കുറെ ആ പൊന്നിൽ മുഖം കാണത്തക്കവണ്ണം ആയിത്തീരും പോലും. എന്തിനെ കാണിക്കുന്നു? കഷ്ടതയുടെയും വേദനയുടെയും ശോധനകളുടെയും പരീക്ഷകളുടെയും പാതയിൽ ഒരുവനെ നടത്തുമ്പോൾ അത് കഴിയുമ്പോൾ അവനിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശ്യം. ഈ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടും വരെയും ആ പാതയിൽ നടത്തിയെന്ന് വരാം. ഒന്നിനു പിറകെ ഒന്നായി വിവിധങ്ങളായ കഷ്ടതകളും വേദനകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാതാവിനെ എനിക്കറിയാം. അവര് എന്നോടിങ്ങനെ പറഞ്ഞു, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇതെന്താണിത്? ഒരു പരീക്ഷ കഴിയുമ്പോൾ അടുത്തത്, ഒരു ശോധന കഴിയുമ്പോൾ അടുത്തത്, ഒരു കഷ്ടമൻ അടുത്തത്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വാതിവിനാണ്, നീ ഇതുവരെയും എന്നെ പോലെയായി തീർന്നില്ല മകളെ എന്ന വാചകമായിരുന്നു. അപ്പോൾ കഷ്ടത എന്തിനാണ്? ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടതിന് വേണ്ടി. അങ്ങനെയുള്ളതായ പാതയിൽ നാം കടന്നു പോകുമ്പോൾ നാം കലങ്ങിപ്പോകരുത്, പതറിപ്പോകരുത്. പാസ്റ്റർ കെ.പി. കോശിയുടെ മകനായ പാസ്റ്റർ പോൾ കോശി ഒരു തമിഴ് ഗാനം എഴുതിയിട്ടുണ്ട്. അത് സിയോനിൽ എൻ തിട അസ്ഥിവാരം ക്രിസ്തുവേ ഞാൻ എന്തും നമ്പും കൺമല എന്നാണ്. അതിന്റെ ഒരടി, പതറിടുവേനോ കലങ്കിടുവേനോ കർത്തരിൽ വിശ്വാസം ഇരുകൈയിലേ, കലങ്ങിടുവേനോ കലങ്കിടുവേനോ കർത്തരിൽ വിശ്വാസം ഇരുകൈയിലേ, അസയായ നമ്പിക്കൈ നങ്കുരമേ യേശുവിൽ മാത്തിരമേ, അസയായ നമ്പിക്കൈ നങ്കുരമേ യേശുവിൽ മാത്തിരമേ, സിയോനിലെ അസ്ഥിവാരം ക്രിസ്തുവേ അമർനാഥെന്തും നമ്പും കൺമലയേ, സിയോനിലെ അസ്ഥിവാരം ക്രിസ്തുവേ അമർനാഥെന്തും നമ്പും കൺമലയേ. തിരമാലകളും ഓളങ്ങളുമുള്ള ഒരു സമുദ്രത്തിൽ കൂടെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായാൽ പാറകളിൽ ചെന്ന് തട്ടി ഉടയാതിരിപ്പാൻ, നിയന്ത്രണം വിട്ട് പാറിപ്പോകാതിരിപ്പാൻ ഉടനെ ഒരു നങ്കൂരം സമുദ്രത്തിലേക്കിട്ട് ആ വെള്ളത്തിൽ കപ്പലിനെ ഉറപ്പിച്ചു നിർത്തും. ഒരു വിശ്വാസ ജീവിതത്തിനെതിരെ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഭാരങ്ങളുടെയും ഓളങ്ങളും തിരമാലകളും കൊടുങ്കാറ്റ് പഠിക്കുമ്പോൾ പ്രത്യാശയാകുന്ന നങ്കൂരം ഉടനെ ഇട്ടുകൊണ്ട് പതറാതെയും കുലുങ്ങാതിരിപ്പാൻ ഉറപ്പിച്ചു നിർത്തണമെന്ന് ഈ ജ്ഞാനശകലവും അതുപോലെ ദൈവത്തിന്റെ വചനവും നമ്മളെ പഠിപ്പിക്കുകയാണ്. കുട്ടികളെ പറയാറുണ്ട്, എന്ത് ചെയ്യാനാ പാസ്റ്റർ, പ്രാർത്ഥിച്ച് സഹായിക്കുവാൻ ആളില്ലാത്തത് കൊണ്ടാണ് ദൈവരോഗശാന്തിക്കായി നിൽക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, അതിന്റെ മറുപടി വളരെ ലളിതമാണ്. നിങ്ങൾ ക്രൈസ്തവ രക്തസാക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് വരികിൽ ക്രൈസ്തവ രക്തസാക്ഷികളെ കുറിച്ച് വിവരിക്കുന്ന പുസ്തകങ്ങൾ എല്ലാ വിശ്വാസിയും നിർബന്ധമായും വായിച്ചിരിക്കണം. കർത്താനവരവിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും വിശ്വാസത്തിനായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ദൈവശാന്തിയെ പിടിക്കുന്നവരും ക്രിസ്തീയ രക്തസാക്ഷികളുടെ ഗ്രന്ഥം നിർബന്ധമായി വായിച്ചിരിക്കണം. എന്റെ ചോദ്യം, എന്താ പ്രാർത്ഥിച്ച് സഹായിക്കാൻ ആളില്ലാത്തതിനാൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നെങ്കിൽ ആ രക്തസാക്ഷികളെ ഒക്കെ ആരാണ് പ്രാർത്ഥിച്ച് സഹായിച്ചത്? ഒരിക്കൽ പോലും വേദപുസ്തകം കണ്ടിട്ടില്ലാത്തവരും ഒരു ആരാധനയിൽ പോലും പങ്കെടുക്കാത്തവരുമായ ആളുകളായിരുന്നു
അന്ന് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് മാറിയത്. കാരണം അതിനുവേണ്ടി അവരെ പ്രേരിപ്പിച്ചത് അത് ക്രിസ്തുവിനുമുള്ളത് അവർ അചഞ്ചലമായ വിശ്വാസമായിരുന്നു. ഈ രക്തസാക്ഷിത്വമാണ് ഒരുവനെ ക്രിസ്തുവിനുള്ള ബന്ധത്തിലേക്ക് നിത്യമായി ഘടിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്താകുന്നു ക്രിസ്ത്യാനിത്വം? ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ എന്ത്? ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നത് ഒന്നും നേടുവാനല്ല, നഷ്ടപ്പെടുവാൻ വേണ്ടിയാണ്. മനസ്സിലായിരിക്കുകയില്ല. വിശുദ്ധ പൗലോസ് പറയുന്നു, എനിക്ക് പലതും ഉണ്ടായിരുന്നു, ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അതെല്ലാം ഞാൻ നഷ്ടപ്പെട്ടു എന്നല്ല, നഷ്ടപ്പെടുത്തി. നേടാനല്ല, നഷ്ടപ്പെടുത്തുവാനാണ് ക്രിസ്തുവിലേക്ക് വരുന്നത്. അതുപോലെ പഴയ നിയമകാലത്ത് സമൃദ്ധിയുടെ വാഗ്ദത്തമാണ്. ആവർത്തനം 28-ാം അധ്യായം വിശ്വാസത്തിൽ ഏറ്റവും ഭയങ്കരമായ അധ്യായമാണ്. അതിനെ അധികരിച്ചുള്ളതായ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആവേശം കൊള്ളിക്കുന്നതായ വരികൾ. എന്താണത്? നിന്നെ കളപ്പുരയെ അനുഗ്രഹിക്കും, പാവൊഴിക്ക് തൊട്ടിയെ അനുഗ്രഹിക്കും, കൃഷിയെ അനുഗ്രഹിക്കും, ആടുമാടുകളെ അനുഗ്രഹിക്കും, നിന്റെ സന്താനത്തെ അനുഗ്രഹിക്കും. പിന്നെ തൊടുന്നത് എല്ലാം അനുഗ്രഹം കൽപ്പിക്കും, എല്ലാം വർദ്ധിപ്പിക്കും, സകല ജാതികളെക്കാൾ നീ ഉയർന്നിരിക്കും. പിന്നെ നീ വാലല്ല തലയായിത്തീരും, നീ വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങുകയില്ല. അതിനർത്ഥം നീ വലിയൊരു സമ്പന്നനായി തീരും. പഴയ നിയമകാല വാഗ്ദത്തമാണ്. എന്നാൽ പുതിയ നിയമകാല വാഗ്ദത്തം എന്നറിയാവണോ? ക്രിസ്തുവിനടുക്കിലേക്ക് ഒരു യവനക്കാരൻ വന്നിട്ട് ചോദിച്ചു, നിത്യജീവനെ പ്രാപിക്കുവാൻ, സൽഗുണപൂർണനാകുവാൻ ഞാൻ എന്ത് ചെയ്യണം? ക്രിസ്തു പറഞ്ഞത്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, പിന്നെ വന്നിനെ അനുഗമിക്കുക. അതിനർത്ഥം അവന് ശരിക്കും മനസ്സിലായി. എന്താണെന്നറിയാമോ? ഇപ്പോൾ നീ ഒരു ധനവാന, നിനക്കുള്ളത് നീ ദരിദ്രർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ സമ്പന്നരും നീ ഒരു ദരിദ്രനുമാകും. പിന്നെ എന്ന് വരിക. പഴയ നിയമകാലത്താണ് സമൃദ്ധിയുടെ വാഗ്ദത്തം. പുതിയ നിയമകാലത്ത് ദരിദ്രനാകാനാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നത്. അല്ല, ക്രിസ്തു അങ്ങനല്ലേ ചെയ്തത്? അവൻ സമ്പന്നനായിരുന്നിട്ടും നാം നിമിത്തവൻ ദരിദ്രനായി തീർന്നു. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിന്റെ ക്രിസ്തുവിനടുക്കലേക്ക് വരുന്നത് സമൃദ്ധിയായി നേടുവാനല്ല, പിന്നെയോ നഷ്ടപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആദിമകാല ക്രൈസ്തവ വീക്ഷണം കുറയുകയും അന്ത്യകാലത്തെടുക്കുകയും ചെയ്തപ്പോൾ പ്രോസ്പെറിറ്റി ഗോസ്പലിനാണ് കൂടുതൽ ആ മനുഷ്യന് ആകർഷണീയമായി തോന്നുന്നത്. ഇനി എവിടെ നോക്കിയാലും യേശുവിലേക്ക് വന്നാട്ടെ, കടം മാറും, രോഗം മാറി സൗഖ്യമാകും, നിങ്ങളുടെ മക്കളെല്ലാം ഗൾഫിലും അമേരിക്കയിലും ദേശരാജ്യങ്ങളിൽ പോകും, നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. ഈ വിധമായി ഒന്നുമില്ലാത്തവനെ എല്ലാം ഉള്ളവനാക്കി തീർക്കാം. അതിനായി ക്രിസ്തുവിലേക്ക് വരിക. ഇത് 21-ാം നൂറ്റാണ്ടിലെ സുവിശേഷം. ക്രിസ്തുവിന്റെ സുവിശേഷം അങ്ങനെയായിരുന്നില്ല. എല്ലാം ഉള്ളവനെ വരിക, ഒന്നുമില്ലാത്തവനായി തീരുക. സ്തോത്രം. അഥവാ നേടാൻ വേണ്ടിയല്ല, നഷ്ടപ്പെടാനും മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുവാനും ക്രിസ്തുവിലേക്ക് വരുന്നതാണ് യഥാണ് ക്രിസ്ത്യാനിത്വം. പഴയ നിയമത്തിലെ ആ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാട്ടെ, യഹോവേ കഷ്ടത്തിൽ നിന്നെ വിടുവിക്കണമേ എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിലോ കഷ്ടം ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 10-ാം വാക്യം വിശുദ്ധ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന് വേണ്ടി കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഞെരുക്കം ഇതെല്ലാം സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കഷ്ടത്തിൽ നിന്ന് വിടുവിക്കണമേ എന്നുള്ളത് പഴയ നിയമകാലത്തെ പ്രാർത്ഥനയും പുതിയ നിയമകാലത്തെ കഷ്ടം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതായ ആ ഒരു അനുഭവം. ക്രിസ്തുവിലേക്ക് വരുന്നത് ജീവനെ നേടാനല്ല, ജീവനെ കളയാനാണ്. അതെ, ഇന്ന് അനേകരും രോഗികളായി തീർന്ന്, ബലഹീനരായി തീർന്ന്, മാരരോഗം പിടിപെട്ട് പോകാവുന്ന ആശുപത്രി എല്ലാം പോയി, ചികിത്സിക്കാൻ തോർക്കുമാരെല്ലാം ചികിത്സിപ്പിച്ച് പണവും തീർന്ന് എല്ലാം സഹിച്ച് അവർ പറഞ്ഞു, ഇനി കേവലം 6 മാസം അല്ലെങ്കിൽ 3 മാസം 2 ആഴ്ച എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ തേടി ഓട്ടം തുടങ്ങുകയായി. പാസ്റ്റർമാർ അന്വേഷിക്കുന്നു, പ്രവാചകൻ അന്വേഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേടിപ്പോകുന്നു. എന്തിനാ?
ഞാൻ ചത്തുപോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു, എനിക്ക് ജീവിക്കണം. പക്ഷേ ക്രിസ്തുവിന്റെ ഉപദേശം വ്യത്യസ്തം. ലൂക്കോസ് 9:24 വാക്യത്തിൽ തന്റെ ജീവനെ നേടുവാൻ ശ്രമിക്കുന്നവൻ അതിനെ കളയും, അതിനെ കളയുന്നവനോ നിത്യജീവനായി സൂക്ഷിക്കും. ക്രിസ്തു പറയുന്നത് ഇതിനടുക്കിലേക്ക് വരുന്നത് ജീവനെ കളയുവാനായിരിക്കട്ടെ. 14 അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ സ്വന്തം ജീവനെയും പയക്കാത്തവന് എന്നെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ക്രൂശെടുത്തുകൊണ്ട് ഇതിനനുഗമിക്കാത്തവൻ എന്നെ ശിഷ്യനായിരിക്കുകയില്ല. അതേ ജീവൻ നേടാനല്ല കളയുവാൻ എന്റെ പിന്നാലെ വരിക. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. ആദ്യ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിത്വം, ക്രിസ്തു വിവക്ഷിച്ചതായ ക്രിസ്ത്യാനിത്വം. ഇന്ന് മരണഭയം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിക്ക് വല്ലതും സംഭവിച്ചാൽ എന്ന് ചിന്തയാൽ തന്റെ ഭാര്യയുടെ മക്കളുടെ പേരിൽ ആരോ ഒരാള് ഇൻഷുറൻസ് പ്രീമിയം അടച്ചു. ഇതറിഞ്ഞതായ ഗാന്ധിജിയുടെ മറുപടി എന്താണെന്നറിയാമോ? എന്റെ ജീവന്റെ രക്ഷകൻ ഈശ്വരനാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭാര്യയും മക്കളും അവരെ തന്നെ നോക്കിക്കൊള്ളുമെന്ന് എനിക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ? പോളിസി എടുക്കുവാൻ പ്രാപ്തിയില്ലാത്ത എണ്ണമറ്റ പാവങ്ങളിൽ ഒരാളെപ്പോലെ എന്നെ കരുതിക്കൂടെ? ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് മരണഭയം ഉള്ളതുകൊണ്ടും ഈശ്വരനിലെ വിശ്വാസക്കുറവുകൊണ്ടുമാണെന്ന് ഒരു ക്രിസ്ത്യാനി പറഞ്ഞതല്ല, ഒരു പെന്തക്കോസ്തുകാരൻ പറഞ്ഞതല്ല. ഈ വാക്കുകൾ അതല്ലാത്തൊരു വ്യക്തിയുടേതാണ്. ശ്രദ്ധിച്ചാട്ടെ, ക്രിസ്തുവിനെ പിൻപറ്റുന്നത് ജീവൻ കൊടുക്കുവാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ച് സഹായിക്കുവാൻ ആളില്ലാത്തതിനാൽ ജീവൻ രക്ഷിക്കുവാൻ ഓടിപ്പോകുമെന്ന് പറയുന്നവരെ ശ്രദ്ധിപ്പീൻ. യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പോസ്തലന്മാർ മരണത്തെ ജീവനേക്കാൾ ഇഷ്ടപ്പെട്ടവരായിരുന്നു. അതിന് കാരണം അറിയാമല്ലോ, മരണശേഷം അവർ ചെന്നേകുന്ന നിത്യതയെക്കുറിച്ചുള്ള ആ വെളിപ്പാടായിരുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23-27 വരെ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് കടന്നുപോയതായ ക്ലേശങ്ങളുടെ പാതകൾ വിവരിക്കുന്നുണ്ട്. അതിൽ ഏറിയ പങ്കും ശരീരകഷ്ടങ്ങളാണ്. പൗലോസിനുണ്ടായ ശരീരകഷ്ടങ്ങളിൽ കോലിനാൽ അടികൊണ്ടു, കല്ലേറേറ്റു, ഇതൊക്കെയും പറയുന്നുണ്ടല്ലോ. പൗലോസ് ഈ വിധമായ ശരീരകഷ്ടങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ആഗ്രഹിച്ചവനായിരുന്നെങ്കിൽ എന്ത് ചെയ്തും ഈ മുറിവ് കിടക്കുന്ന സുഖമായി പോകണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നെങ്കിൽ അവന്റെ ആയുസ്സിന്റെ ഭൂരിഭാഗവും ആയുർവേദ തിരുമ്മ ചികിത്സാ കേന്ദ്രത്തിൽ ഞവരക്കിഴിയും ചവിട്ടിത്തിരുമും ലേഖ്യവും പഥ്യവുമായൊക്കെയുമായി കഴിയേണ്ടി വരുമായിരുന്നു. അങ്ങനെ പോയെങ്കിൽ സുവിശേഷം അറിയിക്കാൻ സമയം തികയുമായിരുന്നില്ല. പക്ഷേ വിശുദ്ധ പൗലോസ് എന്താണ് ചെയ്തത്? അവൻ തന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളെ ഇഷ്ടപ്പെട്ടവനായി. ഒരിക്കലും ഇങ്ങനെ പറയുകയാണ്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഞാൻ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 19-22 വരെ വായിക്കുമ്പോൾ അവൻ കല്ലേറുകൊണ്ടു ബോധരഹിതനായി കീഴെ വീണു. അവൻ മരിച്ചിരിക്കുന്നത് കരുതി ശത്രുക്കൾ അവനെ വലിച്ചടിച്ച നഗരത്തിൽ കൊണ്ടുപോയിട്ടു. ഈ മൃതദേഹം ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറി അതും കൂടെ സഹിക്കണ്ടെന്ന് കരുതി. പക്ഷേ അവന്റെ ശിഷ്യന്മാർ ചുറ്റും നിൽക്കുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. മറ്റൊരു മാർഗവുമില്ല. ദൈവശക്തിയാൽ സൗഖ്യം പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. അതിനാണ് 22-ാം വാക്യത്തിൽ അവൻ ശക്തമായ പ്രബോധനം കൊടുത്തു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരായത് കിടക്കണമെന്നും എന്നായിരുന്നു അവന്റെ പ്രബോധനം. അതവരുടെ മനസ്സിനെ അക്കാലങ്ങളുണ്ടായിരുന്ന നാനാ കഷ്ടങ്ങൾ പോകുന്ന വിശ്വാസികളുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു. ക്രിസ്തീയ രക്തസാക്ഷികളുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ അവർക്കേയും ജീവനേക്കാൾ മരണത്തെ സ്നേഹിച്ചവരായിരുന്നു. 1917-നും 1980-നും മധ്യേ ലോകത്തിൽ 3.5 കോടിയോളം ക്രൈസ്തവര് രക്തസാക്ഷികളായിട്ട് തീർന്നിട്ടുണ്ട്. ജപ്പാനിൽ ഒരു കാലത്ത് 3 ലക്ഷം പേർ രക്തസാക്ഷികളായി.
സത്യത്തിനു വേണ്ടി. അവർ ചിലരെയൊക്കെ ക്രൂശിച്ചും കൊണ്ടാണ് കൊന്നത്. അതിലൊരിക്കൽ 70 പേരെ കടൽ തീരത്തുകൊണ്ടുപോയി തലകീഴായി ക്രൂശിച്ചു നിർത്തി. അതായത് കടലിൽ നിന്ന് വേലിയേറ്റം വരുമ്പോൾ അവർ തലകീഴായി കിടന്നുകൊണ്ട് മുങ്ങി മരിക്കുവാൻ ഉദ്ദേശത്തോടുകൂടെ. ചൈനയിൽ 60കളിൽ 4 ലക്ഷം പേര് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി. ഉഗാണ്ടയിൽ ഇദി അമീൻ 70കളിൽ ഭരിക്കുന്നതായ കാലത്ത് താൻ 3 ലക്ഷം ആളുകളെ കൊലപ്പെടുത്തിയെന്നാണ്. അതിൽ 1 ലക്ഷവും ക്രൈസ്തവരായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ റഷ്യ, റൂമേനിയ, വിയറ്റ്നാം, സുഡാൻ ഇങ്ങനെ ആദ്യമായ അനേക ലോകരാജ്യങ്ങളിൽ ഏറെക്കുറെ 3.5 കോടി ആളുകൾ സത്യത്തിനു വേണ്ടി രക്തസാക്ഷികളായി. ഇപ്പോഴും എല്ലാ വർഷം തോറും 1,63,000 പേർ വീതം രക്തസാക്ഷികളായി തീരുന്നെന്നാണ് ഒരു സ്ഥിതിവിവര കണക്ക്. 180 വർഷങ്ങൾക്ക് മുമ്പ് വടക്കേന്ത്യയിൽ ഒരു കുടുംബം മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. അപ്പൻ, അമ്മ, 2 മക്കൾ. അവരുടെ വിശ്വാസം ആ ഗ്രാമത്തിൽ അതിവേഗം പടരുന്നത് കണ്ട് ഗ്രാമത്തലവൻ, ഗോത്രത്തലവൻ കുപിതനായി. അവരെ 4 പേരെയും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ വിശ്വാസം ത്യജിക്കുക, അല്ലെന്ന് വരികിൽ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുടുംബനാഥൻ കുടുംബമായി ചേർന്ന് ഒരു പാട്ടുപാടി, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക് എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ കുപിതനായ ആ വ്യക്തി ഈ 2 മക്കളെയും വെടിവെച്ചു കൊന്നു. 2 മക്കളുടെ മൃതദേഹം നിലത്ത് കിടക്കുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഇതാ 2 മക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, നീയും ഭാര്യയും ശേഷിച്ചിരിക്കുന്നു. എന്തു പറയുന്നു? ഈ വിശ്വാസം തള്ളിക്കളയുന്നുവോ? അപ്പോൾ ആ വ്യക്തി ആ പാട്ടിന്റെ അടുത്ത വരി പാടി, ലോകത്തിൽ എനിക്ക് ആരും ഇല്ലെന്ന് വന്നാലും നോട്ട് ടേണിംഗ് ബാക്ക്. ഉടനെ തന്റെ ഭാര്യയെ വധിച്ചു. ഭാര്യയെ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ 3ാമത് ചോദ്യം എന്തു പറയുന്നു? നിന്റെ മക്കൾ പോയി, നിന്റെ ഭാര്യയും മരിച്ചു, നീ വിശ്വാസത്തെ ഇനി മുറുകെ പിടിക്കുന്നുവോ? നിനക്കിനി ലോകത്തിൽ ആരുമില്ലല്ലോ. അപ്പോൾ താൻ പാടിയത്, ലോകമെൻ പിൻപേ ക്രൂശന്റെ മുൻപേ, ലോകമെൻ പിൻപേ ക്രൂശന്റെ മുൻപേ, ലോകമെൻ പിൻപേ ക്രൂശന്റെ മുൻപേ, പിന്മാറില്ല ഞാൻ മാറില്ല, പിന്മാറില്ല ഞാൻ മാറില്ല. താനും അതേ തുടർന്ന് വധിക്കപ്പെട്ടു. രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അവരാരും പറഞ്ഞില്ല, നിങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കേണ്ടി വരുന്നതെന്ന്. റോമൻ ഭരണകാലത്താണ് ഏറെ ക്രൈസ്തവ പീഡ അരങ്ങേറിയത്. റോമൻ പീഡാകാലത്ത് ഒരു ഉന്നത കുലജാതിയായ ഫെലിസിറ്റാറ്റിസ് എന്നുള്ള ഒരു മാന്യ വനിതയുണ്ടായിരുന്നു. അവർക്ക് ദൈവഭക്തിയിൽ വളർത്തിയ 7 പുത്രന്മാരുണ്ടായിരുന്നു. 7 പുത്രന്മാരും അമ്മയും രക്തസാക്ഷികളായി മാറുകയായിരുന്നു. അതിൽ ഒരു മകനെ ചമ്മട്ടിക്കൊണ്ടടിച്ച് അവൻ രക്തം വാർന്ന് മരിച്ചു. 2ാമത്തെ മകനെ അടിച്ചവനെ തലച്ചോറ് തെറിപ്പിച്ച് അവൻ മരിച്ചുപോയി. 3ാമതിന് മകനെ ഒരു വലിയ പാറക്കെട്ടിൽ കിഴുക്കാൻ തൂക്കായി തള്ളിയിട്ടു, അവൻ തകർന്ന് മരിച്ചു. ബാക്കി 4 മക്കളും ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ഈ 4 പേരെയും ശിരച്ഛേദം ചെയ്ത അതേ വാളിനാൽ മാതാവും രക്തസാക്ഷിത്വം വരിച്ചു. പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ അമ്മയും 7 പുത്രന്മാരും പരസ്പരം ധൈര്യപ്പെടുത്തിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും പ്രാണനായകനായ യേശുവിനോട് അവർ ചെന്നു ചേർന്നു. പ്രിയമുള്ളവരെ, രക്തസാക്ഷിത്വം വരിച്ചവരെ നാം നിരീക്ഷിക്കുന്നതായ വേളയിൽ അവരെ പ്രാർത്ഥന സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞില്ല. സ്തോത്രം. ദീപരോഗശാന്തിക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം അതേ നമ്മുടെ ജീവനെ നമുക്ക് പ്രതിഷ്ഠിക്കുന്നവരായി തീരാം. മാത്രമല്ല, മിഷണറിമാരെ നാം നോക്കുമ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റണൊക്കെ
ആഫ്രിക്കൻ ഘോരവനാന്തരങ്ങളിലേക്ക് പോയി വിവരണാതീതമായ യാതനകൾ സഹിച്ച് മരിച്ച ആ ക്രിസ്തുവിൽ ജീവൻ വെടിഞ്ഞ ചരിത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഒരുപാട് മിഷണറിമാർ ലോകത്തിനേക രാജ്യങ്ങളിൽ പോയി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവസ്നേഹയുടെ ഉള്ളിൽ ഒരു അഗ്നിജ്വാല പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. ഒരു യാത്രയപ്പിന്റെ ചരിത്രം ഇങ്ങനെയാണ്. വെസ്റ്റ് ഇൻഡീസിലെ അടിമകളെയുള്ള സുവിശേഷം അറിയിപ്പാൻ 1-2 മൊറേവിയൻ മിഷണറിമാർ യാത്രയായി 1732 ഒരാളുടെ പേര് ജോണെന്നും വേറെ ഡേവിഡ് എന്നുമായിരുന്നു. അവര് എല്ലാവരെയും വിളിച്ചു വരുത്തി അവരുടെ മിഷണറി പ്രവർത്തനത്തിനായി യാത്രയപ്പന് തയ്യാറായി. യാത്രയപ്പന് എല്ലാ ആളുകളും കൂടി വന്നതായ വേളയിൽ നാടും വീടും വിട്ട് അവര് യാത്ര പുറപ്പെടുന്നതായ വേളയിൽ അതിൽ ഒരാളുടെ ഭാര്യയും മക്കളും കൂടെ വന്നിട്ട് ആരുടെ ഹൃദയം ഓർക്കുമാർ ഇങ്ങനെ നിലവിളിച്ചു, അയ്യോ ഞങ്ങളെ വിട്ടിട്ട് പോകരുതേ എന്നായിരുന്നു. എന്നാൽ അതിന് മറുപടി ഇങ്ങനെയായിരുന്നു, ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടി മുടിലോകത്തിന് വേണ്ടിയും ജീവരക്തം ചുരിഞ്ഞ ദേവകുഞ്ഞാടായ ക്രിസ്തുവിന് പ്രതിഫലമായി തീരുവാൻ ഞങ്ങളിതാ പോകുന്നു എന്നായിരുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ഒരു വലിയ നിര നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ഈ അനുഭവത്തിൽ പോയി? അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം ഒരു ജ്വാലയായി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്തോത്രം. ചിലരനേകരും വിശ്വാസത്തെ വിട്ടുകളയാൻ വല്ല പഴുതുണ്ടോ എന്ന് നോക്കുകയാണ്. അതിൽ ആ ചില പഴുതുകൾ വേദപുസ്തകത്തിൽ തന്നെ കണ്ടെത്തുവാൻ ഒരു ശ്രമം നടത്തുന്നു. ചിലർ ചോദ്യം, സഹസ്രാബ്ദ വാഴ്ചയിൽ ചികിത്സയുണ്ടല്ലോ എന്നാണ്. അതായത് യഹസ്കേൽ പ്രവചനം 47 അധ്യായം അതിന് 12 വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു നദി പുറപ്പെടുന്നു. അതിന്റെ ഇരുകരകളിലും ആ വൃക്ഷങ്ങളെ കാണുന്നു. ആ വൃക്ഷത്തിനില ചികിത്സയ്ക്കുതകുമെന്നാണ്. ഒന്ന് വായിച്ചാട്ടെ, 47:12. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അതെ, സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണെന്നറിയാം. സഹസ്രാബ്ദ വാഴ്ചയിൽ ആ വൃക്ഷത്തിന്റെ ഇല അത് ചികിത്സയ്ക്ക് ഉതകും. ഇംഗ്ലീഷിലാണെന്ന് ലീവ് ദെയർ ഓഫ് ഫോർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുക, മരുന്നിന് ഉപകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യം എടുത്തുകൊണ്ട് അത് മരുന്ന് ചെയ്യാനുള്ള ഒരു മൗനാനുവാദം അല്ലേ എന്ന് ചോദിക്കുന്നതിനുണ്ടാകും. എന്നാൽ ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ രോഗമില്ലാത്ത 3 സ്ഥലങ്ങൾ: 1 ഏദൻ പർദീസ, 2 സഹസ്രാബ്ദ വാഴ്ച, 3 നിത്യത. അതില് സഹസ്രാബ്ദം വാഴ്ച എന്നത് രോഗരഹിതമായ ഒരു യുഗമാണ്. അഥവാ രോഗമില്ലാത്ത ഒരു കാലഘട്ടമാണ് ആ സഹസ്രാബ്ദ വാഴ്ച. രോഗമില്ലാത്ത കാലഘട്ടത്തിൽ ചികിത്സ, ഔഷധം, സൗഖ്യമാകുക എന്നീ പദങ്ങളുടെ പ്രസക്തി എന്താ? അങ്ങനെ പിന്നെ അവിടെ ഈ എല്ലാ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ മരുന്നിന് ഉതകും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സൗഖ്യം എന്നുള്ളതായ വാക്ക് രോഗം മാറ്റുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥിതി മാറ്റുക, അവസ്ഥാന്തരം സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. പ്രത്യേകിച്ച് 47 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ ഈ വെള്ളം ചെല്ലുന്നിടത്ത് മത്സ്യമെല്ലാം പഥ്യമാകുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ദേ ഷാൽ ബി ഹീൽഡ് എന്ന് പറഞ്ഞാൽ ഈ മത്സ്യത്തിനൊക്കെ സൗഖ്യം വരുമെന്ന്. അതിന് പ്രത്യേകിച്ച് രോഗം ഉണ്ടായിട്ടല്ല. എന്നാൽ പഥ്യമാകുമെന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അതിനെല്ലാം ജീവൻ വയ്ക്കുമെന്ന, ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും എന്നുള്ള അർത്ഥം. അതിനെല്ലാം ഒരു ജീവൻ ഉണ്ടാകുമെന്നാണ് അവിടെ അതിന്റെ അർത്ഥം. ഇനി അതിന്റെ 8 വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ വെള്ളം കടലിൽ ചെന്ന് വീണിട്ട് കടലിലെ വെള്ളം പഥ്യമാകും. വാട്ടർ ഷാൽ ബി ഹീൽഡ്. ആ വെള്ളം സൗഖ്യമാകുമെന്ന്. വെള്ളത്തിനെന്താ രോഗം? അതിനർത്ഥം ഇതാണ്, കടൽ വെള്ളം സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിന് ഉപ്പുരസം മാറി അത് ശുദ്ധജലമാകുമെന്ന്. പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞിരിക്കുന്ന നദി പരിശുദ്ധാത്മാവിനും
അവിടെ പറഞ്ഞിരിക്കുന്നത് വിഷം ക്രിസ്തുവിനും നിഴലാണ്. ഇത് സഹസ്രാബ്ദ വാഴ്ചയിലെ വിശേഷ അനുഭവത്തെയാണ് കാണിക്കുന്നത്. 1000 വർഷ ഭരണത്തിൽ മൃഗജാലങ്ങൾക്കും മനുഷ്യനും സ്ഥിതിമാറ്റം ഉണ്ടാകുമെന്നാണ് ഇതിന്റെ അർത്ഥം. സ്നേഹ സാമ്രാജ്യമാണ് സഹസ്രാബ്ദം. മൃഗങ്ങൾ തമ്മിൽ ഒരു ദോഷവും വരുത്തുന്ന സ്വഭാവമില്ല. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സിംഹവും കാളയും ചെന്നായും കുഞ്ഞാനും ഒരിടത്ത് തന്നെ തമ്മിലൊരു ദോഷം ചെയ്യുകയില്ല. അതുപോലെ അവളുടേതായ പ്രജകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഉള്ളതായ ജനങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ 35:5-6 വൈകല്യങ്ങൾ മാറും, മുടന്തൻ, പിന്നെ ഊമൻ, ചെകിടൻ, ഇതെല്ലാം വ്യത്യാസം വരുമെന്ന. 20-ാം വാക്യത്തിൽ ശിശുമരണം ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ 22-ാം വാക്യത്തിൽ അകാലമരണം ഉണ്ടാകുകയില്ല. 33-24 വാക്യത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, എനിക്ക് ദീനമെന്ന് അതിൽ ഒരു നിവാസിനിയും പറയുകയില്ല. അപ്പൊ സഹസ്രാബ്ദ വാഴ്ചയില് ഒരു മനുഷ്യൻ പോലെ എനിക്ക് രോഗമുണ്ടെന്ന് പറയുകയില്ല എന്ന് വരികിൽ പിന്നെ ആ ഇല ചികിത്സയ്ക്കൊതുകുമെന്നുള്ളത് അത് ഔഷധ നിലയിലല്ല. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ആ ഇല ഔഷധം എന്ന് വെച്ചാൽ അത് ക്രിസ്തുവിനെ സ്നേഹത്തിന് നിഴല. വേദപുസ്തകത്തിൽ സദൃശവാക്യങ്ങൾ 16:24 ഇൻപമുള്ള വാക്ക് ഔഷധമാകുന്നു എന്ന് വായിക്കുന്നു. ഇൻപം ഉള്ള വാക്ക്. പിന്നെ 17:22 അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സന്തുഷ്ട ഹൃദയം, മെറിഹാർട്ട്, അതൊരു നല്ല ഔഷധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ സ്നേഹവും സന്തോഷവും ഔഷധ തുല്യമെന്ന ബൈബിൾ പറയുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, സഹസ്രാബ്ദ വാഴ്ചയിൽ മൃഗജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ക്രിസ്തുവിന്റെ സ്നേഹം ഒരു ഔഷധം പോലെ വ്യാപരിക്കുമെന്ന്. അതിന് ഗുണമെന്താണ്? ക്രിസ്തുവിന്റെ ആ സ്നേഹം മൃഗങ്ങളുടെ ആക്രമണ സ്വഭാവത്തിന്റെ ജീനിനെ മാറ്റും. മൃഗങ്ങളുടെ ഒരു പ്രത്യേക ജീൻ ആക്രമിക്കാൻ വേണ്ടിയുള്ളതാണ് ആക്രമിക്കുന്നത്. അത് സഹസ്രാബ്ദത്തിൽ മാറ്റപ്പെടും. മനുഷ്യനിലും രോഗം ഉളവാക്കുന്ന ജീൻ, അത് ഏത് രോഗമായിരുന്നാലും അത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ മാറുന്നതിനാൽ ആണ് മനുഷ്യന് ആ കാലഘട്ടം രോഗമില്ലാത്തത്. ക്രിസ്തുവിന്റെ സ്നേഹം മൃഗജാലങ്ങളിലും മനുഷ്യനിലും ഔഷധമായി പ്രവർത്തിക്കും എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ അതിന്റെ ഇല സൗഖ്യത്തിനുതവുമെന്ന് പറഞ്ഞാൽ, ചികിത്സയ്ക്കുതവുമെന്ന് പറഞ്ഞാൽ 1000 വർഷത്തേക്ക് രോഗങ്ങളെ മാറ്റം നിർത്തുന്ന ഒരു ആന്റിബയോട്ടിക്കായി ക്രിസ്തുവിന്റെ സ്നേഹം പ്രവർത്തിക്കും എന്നേ അർത്ഥം വരുന്നുള്ളൂ. മറ്റു ചില ആളുകൾ നിത്യതയെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ നിത്യത സ്ഥാപിക്കപ്പെടുന്നു. 22-ാം അധ്യായത്തിൽ 2-ാം വാക്യം നാം വായിക്കുന്നത് ഒന്ന് വായിച്ചാട്ടെ. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇതാ നാം സിയോനും യെരുശലേമും പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം ആ നിത്യത ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ നാം കാണുന്നതായ ആ പളുങ്കുപോലെ ശുഭ്രമായ ജീവജലം ഇതികരയിൽ നിൽക്കുന്നതായ ജീവവൃക്ഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും എന്നാണ്. അങ്ങനെയെങ്കിൽ നിത്യതയിൽ രോഗശാന്തിയുടെ ആവശ്യകതയുണ്ടോ എന്ന്. പക്ഷെ നിത്യതയിൽ നോക്കുമ്പോൾ ജഡശരീരത്തിലുള്ളവരില്ല. ഒന്നുകൂടെ പറയാം, സഹസ്രാബ്ദ വാഴ്ചയിൽ രൂപാന്തര ശരീരത്തിൽ വിശുദ്ധന്മാർ എടുക്കപ്പെടുന്നവർ, അടുത്തത് പഴയമകാല വിശുദ്ധന്മാർ അവർ ആത്മശരീരത്തിൽ. എന്നാൽ മുദ്രയിട്ട് വേർതിരിക്കപ്പെടുന്നവരും 7 വർഷ പീഡാകാലത്ത് കൊല്ലപ്പെടാതെ ശേഷിക്കുന്നവരായ ആളുകൾ ജഡശരീരത്തിലായിരിക്കും. അത് സഹസ്രാബ്ദ വാഴ്ചയിൽ 3 മുതൽ ശരീരം. എന്നാൽ നിത്യതയിൽ നോക്കിയാൽ അവിടെ ജഡശരീരത്തിൽ മനുഷ്യരില്ല. എന്തുകൊണ്ടെന്നാൽ 1 കൊരിന്ത്യർ 15:50 വായിക്കുന്ന പോലെ ജഡരക്തങ്ങൾ ദൈവരാജ്യവാസമാക്കുകയില്ല. പിന്നെ അവിടെ കാണാൻ കഴിയുന്നത് 2 വിഭാഗക്കാരാണ്. ഒന്ന്, രൂപാന്തര ശരീരത്തിൽ ഉള്ളതായ പുതിയ വിശുദ്ധന്മാരും ആത്മശരീരത്തിലുള്ളതായ മറ്റു വിശുദ്ധന്മാരും. ജഡത്തിലാണ്, ശരീരത്തിലാണ് രോഗം വരുന്നത് എന്നതിനാൽ ആത്മാവിന് രൂപാന്തര ശരീരത്തിന് രോഗം ബാധിക്കാഴുകയാകിയാൽ ഈ ഇലയുടെ ഉപയോഗം രോഗത്തിന്റെ സൗഖ്യം എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഈ ജീവവൃക്ഷത്തിന്റെ ഫലം ജയാളികൾക്കുള്ളത് അവകാശമാണ് അത് എന്നുള്ള അർത്ഥമാണ്. അതായത് നഗരത്തിൽ, നാം വെളിപ്പാട് 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ജയിക്കുന്നവന്
ജീവവൃക്ഷത്തിന് ഫലം ഞാൻ തിന്മാൻ കൊടുക്കും. ജയാളികളായ വിശുദ്ധന്മാർക്ക് നഗരത്തിലുള്ളവർക്ക് മാത്രമാണ് അതിന്റെ ഫലം എന്ന സൂചന. അപ്പോൾ തന്നെ ക്രിസ്തുവാകുന്ന ജീവവൃക്ഷത്തിന്റെ ഇലയാകുന്ന ജീവനും അക്ഷയതയും പുതിയ ഭൂമിയിലെ ജാതികൾക്കുണ്ടായിരിക്കും, അവിടെ ഉള്ളവർക്ക് ഉണ്ടായിരിക്കുമെന്ന 2 തീമോഥെയോസ് 1:10 വായിക്കുമ്പോൾ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്നു. അഥവാ കേവലം സുവിശേഷത്താൽ രക്ഷയുടെ അനുഭവം മാത്രം പ്രാപിച്ചവരായ ആളുകൾ പുതിയ ഭൂമിയിൽ വസിക്കുന്നതിനാൽ അവരിൽ ജീവനും അക്ഷയതയും നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥമേ അവിടെ ഉദ്ദേശിക്കുന്നു. ഇല രോഗശാന്തിക്കുതോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെ അവരുടെ ആത്മശരീരം മരണവും ക്ഷയവുമില്ലാതെ ക്രിസ്തു സൂക്ഷിക്കുന്നു എന്നാണ് അർത്ഥമാകുന്നത്. സ്തോത്രം. ഏതെങ്കിലും അവിടുന്ന് ഇവിടുന്നും വാക്യങ്ങളെടുത്ത് വിശ്വാസത്തിൽ നിലനിൽക്കാതിരിക്കുവാൻ പഴുതുകൾ അന്വേഷിക്കുന്നത് ഒരു സാധാരണ കാര്യമാണെങ്കിലും ദൈവം ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുന്നവരെ ദൈവം മാനിക്കും. സത്യത്തിന് വേണ്ടി ജീവനെയും അർപ്പിക്കുന്നവരെ ദൈവം മാനിക്കും. നമ്മുടെ നാട്ടിൽ റിപ്പബ്ലിക് ഡേയിൽ ഒട്ടനവധി ബഹുമതികൾ കൊടുക്കാറുണ്ട്. നല്ല സർവീസ് ചെയ്തവർക്ക് അതിനുള്ള വിശിഷ്ട സേവന പുരസ്കാരം കൊടുക്കാറുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് സൈന്യത്തിൽ ഒക്കെ രാജ്യത്തിന് വേണ്ടി ജീവനർപ്പിച്ചവർക്ക് അതിനേറ്റതായ ബഹുമതികൾ കൊടുക്കാറുണ്ട്. അതുപോലെ എന്നാൽ ഇന്ന് അനേകർക്കും സ്വർഗത്തിൽ പോകണം, ബഹുമതികൾ കിട്ടണം, മാനിക്കപ്പെടണം എന്നെല്ലാം പറയും അല്ലേ. നമ്മൾ ദൂതസംഘമാകവേ എന്നെതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിൽക്കുന്നുള്ളതായ പാട്ടും കൊണ്ട് വരുമ്പോൾ കർത്താവിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രതിഫലമൊക്കെ അവിടെ ആ പാട്ടിൽ ആവശ്യത്തോടെ പാടും. പക്ഷേ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണ ആഗ്രഹമുണ്ട്, പക്ഷേ മരണത്തിനേൽപ്പിക്കുവാനുള്ള സന്നദ്ധതയില്ല. എവരിബഡി വാണ്ട് ടു ഗോ ടു ഹെവൻ ബട്ട് നോബഡി വാണ്ട് ടു ഡൈ. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, മരിക്കാതെ പോകണമെന്ന. അതേ, സ്വർഗത്തിൽ പോകുന്നതിന് മുൻപ് ഈ ശരീരമാകുന്ന തിരശീല ഒന്ന് നീങ്ങേണ്ടത് ഒരാവശ്യമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ നാമത്തിനും വേണ്ട വിശ്വാസത്തിനു വേണ്ടി ഒരുവൻ ജീവൻ വെടിഞ്ഞാൽ അവനെ സ്വർഗം മാനിക്കും. ഈ ലോകത്തെ തന്നെ മാനിക്കുന്നുണ്ടല്ലോ. ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ഗാന്ധിജിയെ വളരെ സമുന്നതമായ രീതിയിൽ ആദരിച്ച് നമ്മുടെ രാജ്യത്തിന് തലസ്ഥാനത്ത് അലങ്കരിക്കുകയാണ് രാജ്യകക്ഷി. നെഹ്റുവിനെ അടക്കിയിരിക്കുന്നതായ അന്ത്യവിശ്രാമം കൊള്ളുന്നത് ശാന്തിവനത്തിൽ, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥൽ രാജീവ് വീർഭൂമിയിൽ. കാരണം അവരുടെ രാജ്യത്തിനു വേണ്ടി സംഭാവനകൾ ചെയ്തവർ നിലയിൽ വരെ ആദരിക്കുവാൻ തലസ്ഥാന നഗരിയിൽ അവർക്കെല്ലാം അന്ത്യവിശ്രമത്തിന് സ്ഥലമൊരുക്കിയിരിക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ ദൈവം മാനിക്കുവാൻ അവർക്ക് വേണ്ടി പുതിയ യെരൂശലേം സിയോനും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായാൽ കർത്താവ് വരികയും തന്റെ വിശുദ്ധന്മാരെ ആദരിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അതേ, ആത്മീയമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇന്ന് ദൈവം നമ്മുടെ സുവിശേഷത്താൽ വിളിക്കുകയാണ്. അതേ, നാം നോക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ അനേക ആളുകൾക്കും ലഭിക്കാത്തതായ ഒരു വെളിപ്പാടും ഭാഗ്യവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സ്വർഗമാണ് നമ്മുടെ വീട്. ബില്ലി ഗ്രഹാം പഴയവീർത്ഥനായി അദ്ദേഹം ഏറ്റവും ഒടുവിലായി പ്രസിദ്ധീകരിച്ചതായ ഗ്രന്ഥത്തിൽ താൻ ഇങ്ങനെ പറയുന്നു: ഈ ലോകത്തിന് വേണ്ടി നാം സൃഷ്ടിക്കപ്പെട്ടവരല്ല, സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ വീട് എന്നാണ്. ആ യഥാർത്ഥ വീടിനെക്കുറിച്ച് ദർശനം പ്രാപിച്ചവർക്ക് ജീവനേക്കാൾ മരണം തെരഞ്ഞെടുക്കുവാനായി തോന്നിപ്പോകും. ഈ കഴിഞ്ഞ പ്രാവശ്യം മദ്രാസിൽ നിന്ന ഇന്റർനാഷണൽ യൂത്ത് ക്യാമ്പിൽ അനേക കുട്ടികൾ ഒരുപാട് ദർശനങ്ങൾ കാണുകയുണ്ടായി. അതിൽ 2 കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം. അവരുടെ ദർശനത്തിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് സ്വർഗത്തിൽ പോയി യേശുവിനെ കണ്ടു. സ്വർഗവും അപ്പോൾ തന്നെ നരകവും കണ്ടു. എന്നാൽ അവിടെ യേശുവിന്റെ സാമീപ്യവും ശബ്ദവും എല്ലാം അനുഭവിച്ച് അതെല്ലാം കണ്ടതിന് ശേഷം ഇങ്ങോട്ട് ഭൂമി വിട്ടപ്പോൾ പറയുകയാണ്, ഞാൻ ഭൂമിയിലേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ അങ്ങ് ഇരുന്നു കൊള്ളാം. കൊച്ചു പ്രായം, എല്ലാം 20 വയസ്സിനൊക്കെ താഴെ പ്രായം. എങ്ങനെയാണത് കഴിഞ്ഞത്? +2 പഠിക്കുന്നതായ ഒരു കുട്ടി അതിലുണ്ട്. ആ കുട്ടിയും പറഞ്ഞത്, യേശോപ്പച്ച ഭൂമിയിലേക്ക് എന്നെ അയക്കല്ലേ എന്നാണ്. കർത്താവ് പറഞ്ഞത്,
സമയമായില്ല, ഇപ്പോൾ പോയേ മതിയാകുള്ളൂ. ശ്രദ്ധിച്ചാട്ടെ, സ്വർഗം കണ്ട മനുഷ്യൻ, നിത്യത കണ്ടതായ മനുഷ്യൻ, വിശുദ്ധനും അവകാശമുള്ള ഒരു മനുഷ്യൻ, അവൻ ജീവനേക്കാൾ മരണം തിരഞ്ഞെടുക്കുന്നവനായി തീരും. സ്തോത്രം. സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും, വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും നിലനിൽക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാ. നിർഭാഗ്യവശാൽ അല്ല അപകടത്തിൽപ്പെട്ടോ മറ്റേതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിലോ മനുഷ്യനിൽ ആശ്രയിച്ചു പോയവർ ഉണ്ടാവാം. മരുന്നിലോ ചികിത്സയോ തേടേണ്ടി വന്നുപോയവരുണ്ടായിരുന്നേക്കാം. എന്നാൽ അവർ ഭാരപ്പെടേണ്ട. കാരണം ഈ ലോകത്തിലും ആദ്യത്തെ പരീക്ഷയിൽ തോറ്റുപോയാൽ പിന്നെ എഴുതാമെന്ന ഒരു വകുപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളോ ഞാനോ ഒരിക്കൽ തോറ്റുപോയാൽ തള്ളിക്കളയുന്ന കർത്താവല്ല. നാം തീരുമാനമെടുക്കുമെങ്കിൽ ദൈവത്തിൽ നിന്ന് കൃപ വാങ്ങിച്ചാൽ അടുത്ത പരിശുദ്ധയാളികളായി തീരുവാനും നമുക്ക് യോഗ്യരായി തീരുവാനും കഴിയും. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവേ, എനിക്ക് ഒരു തോൽവി വന്നുപോയി, എങ്ങനെയോ സംഭവിച്ചു പോയി, എന്നെ ശക്തീകരിക്കണമേ, എന്നെ തീരുമാനത്തെ പുതുക്കുന്നു, എനിക്ക് കൃപ തരണമേ. അങ്ങനെ നാം പറയുന്നതായ വേളയിൽ തീർച്ചയായും ദൈവം കൃപ തന്ന് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തും. സ്തോത്രം. കാരണം സത്യത്തിനു വേണ്ടി ജീവനെ കൊടുത്തവർക്ക് വേണ്ടിയാണ് അവൻ പുതിയ യെരൂശലേമിനെ ഒരുക്കുന്നത്. കാരണം വേദന, കഷ്ടതയിൽ ക്രിസ്തുവിനെ സ്നേഹത്താൽ നിറഞ്ഞ ജയാളികളായി തീർന്നവര് നിത്യതയിൽ രക്തങ്ങൾ പോലെ പ്രകാശിക്കും. പുതിയ യെരൂശലേം നിർമ്മിതമായിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ അവന്റെ വീഥികൾ സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കം. ആ നഗരത്തിന്റെ ആ മതിലിന്റെ പണി 12 വിധ രത്നങ്ങളാൽ ഉള്ളതാണ്. അതിന്റെ ഗോപുരവും ഓരോ മുത്ത്. ഇതൊന്നും അക്ഷരാർത്ഥത്തിലുള്ളതല്ല. ഇതെല്ലാം വിശുദ്ധന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ചെല്ലുന്ന വിശുദ്ധന്മാർ ഈ രത്നങ്ങൾക്ക് തുല്യവും മുത്തുകൾക്ക് തുല്യവുമായിരിക്കുമെന്നാണ് അതിനുദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ മുത്ത് എങ്ങനെ ഉണ്ടാകുമെന്ന്? മുത്ത് സമുദ്രാന്തരഭാഗത്തുള്ള മുത്തുച്ചിപ്പിയിൽ നിന്നാണ് അത് ലഭിക്കുന്നത് പോലും. സ്വാഭാവികമായ മുത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പാർക്കുന്ന ഈ മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ യാദൃശ്ചികമായി ഒരു മണൽത്തരിയോ അന്യവസ്തുക്കളോ ചെന്നാൽ അതിനെ പുറന്തള്ളാനുള്ളതായ സംവിധാനം ഇല്ല പോലും. അകത്തിയെന്നതായ മണൽത്തരികൾ അകത്ത് കിടന്ന് വേദനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ദ്രാവകം പുറപ്പെട്ട് ആ മണൽത്തരിയെ പൊതിയും. അപ്പോൾ വേദനയ്ക്ക് ഒരു ആശ്വാസം വരും. അങ്ങനെ ഈ ദ്രാവകം ചെന്ന് അത് പൊതിഞ്ഞ് അതിനെ കട്ടി കൂടി അത് ഒരു മുത്തായി മാറുകയായി. അതിന്റെ ഉള്ളിലുള്ളത് വേദനിപ്പിക്കുന്ന മണൽത്തരിയും അതിന്റെ പുറമോ വിലപ്പെട്ടതായ മുത്തും. എത്രയധികം ആ ദ്രാവകം കട്ടിയായി പൊതിയുന്നുവോ അത് അത്രത്തോളം തിളക്കമുള്ളതും വിലയുള്ളതുമായ മുത്തായിട്ട് മാറും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേദന വരുമ്പോൾ അവൻ ദൈവത്തിന് കൃപയിൽ ആശ്രയിക്കുന്ന വേളയിൽ കൃപ വന്ന് അവന്റെ വേദനയെ പൊതിയും. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, അതേ യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ അവൻ നീതിമാന്മാരെയോ ദയ ചുറ്റിക്കൊള്ളും. എന്നാൽ ദുഷ്ടനോ വളരെ വേദനയുണ്ട്. ദുഷ്ടന് വളരെ വേദനയുണ്ട്, നീതിമാന് വേദനയുണ്ട്. വ്യത്യാസം, ദുഷ്ടന്റെ വേദനയെ പൊതിയാൻ കൃപ എവിടെയില്ല. നീതിമാന്റെ വേദനയെ പൊതിയാൻ കൃപ വരികയാണ്. കൃപ പൊതിയുന്നതിനാൽ അവൻ കാലക്രമത്തിൽ അവൻ ഒരു വിലയേറിയ മുത്തായി മാറുകയാണ്. ഇതുകൊണ്ട് തന്നെയല്ലേ പൗലോസ് ഈ വേദനയൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോൾ വേദന എവിടെ ഇരിക്കട്ടെ, വേദനയെ പൊതിയാൻ ഞാൻ കൃപ തരാമെന്ന് പറഞ്ഞത്. അവൻ നിത്യതയിൽ ഏറ്റവും നന്നായി പ്രശോഭിക്കുന്ന ഒരു മുത്തായി രക്തമായി കാണപ്പെടുന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. അഥവാ ഓരോ കഷ്ടതയും നമ്മുടെ വിലയെ വർദ്ധിപ്പിക്കുകയാണ്. രത്നങ്ങൾ വിലയുള്ളതായിരിക്കുന്നത് പോലെ വിലയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേവലം 10 രൂപ വിലയുള്ളതായ ഒരു ഇരുമ്പ് കഷണം 10 രൂപ വിലയുള്ളൂ. എന്നാൽ അതിനെ അടിച്ചു പരത്തി നുറുക്കി അതിനെ ഈ ഒരു കാളയുടെയോ കുതിരയുടെ ലാടമാക്കി മാറ്റിയാൽ ഒരു 100 രൂപയെങ്കിലും അതിന് വില കിട്ടും. 10 രൂപയുടെ സാധനം 100 വിലയുള്ളതായിട്ട് മാറും. എന്നാൽ വീണ്ടും അതിനെ അടിച്ചു പരത്തി അതിനെ ആക്കി തീർക്കുമ്പോൾ അതിനെ നമ്മൾ സൂചിയാക്കി തീർക്കാമെന്ന് വരികില്ല. പിന്നെയും വില കൂടുതൽ 500 രൂപയെങ്കിലും കിട്ടും. എന്നാൽ പിന്നെയും പ്രക്രിയയുടെ കടത്തിവിട്ട് അതിനെ ഒരു വാച്ചിന്റെ മറ്റേ സ്പ്രിങ്ങാക്കി മാറ്റിയാൽ 1000കണക്കിന് രൂപയുടെ വില വരും. 10 രൂപയുടേതായ പച്ചിരുമ്പ് 1000കണക്കിന് രൂപയുടെ വിലയുള്ളതാക്കി മാറ്റാൻ കഴിയും. പക്ഷേ അതിനൊരു പ്രോസസ് ഉണ്ട്. അതടിക്കപ്പെടണം.
അത് നുറുക്കപ്പെടണം, ചുട്ടുകൊള്ളപ്പെടണം, വേദനിക്കപ്പെടണം. അത് കടന്നു പോകുന്നതായ വേദനയും നുറുക്കപ്പെടലും മുറിക്കലും ഒക്കെ അതിനെ കൂടുതൽ വില വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. കഷ്ടത ഒരു വിശ്വാസിയുടെ വിലയെയും മൂല്യത്തെയും വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. അതാണ് ആ തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതുകൊണ്ട് നിത്യതയെക്കുറിച്ചുള്ളതായ ആ ദർശനം കിട്ടിയതായ ആളുകൾക്ക് ഈ ലോകത്തിലെ കഷ്ടതയോ വേദനയോ എത്ര വേഗം തീർന്ന് നിത്യത്തിലേക്ക് പോകുവാൻ താല്പര്യമുള്ളവരായിരിക്കും. ഒരു സ്കോട്ടിഷ് മിഷണറി ഡൊണാൾഡ് കാർഗിൽ എന്നാണ് പേര്. താൻ രക്തസാക്ഷിയായി തീരുകയായിരുന്നു, തന്നെ തൂക്കിക്കൊല്ലുകയായിരുന്നു. തന്നെ തൂക്കിക്കൊല്ലുന്ന സമയത്തോടടുത്തപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കിരീടം പ്രാപിക്കുന്ന സമയത്തോട് അടുത്തിരിക്കുന്നു. കഷ്ടതയ്ക്കും പരിഹാസത്തിനും ഗുഡ് ബൈ, പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തിനും മഹത്വത്തിനും വെൽക്കം. ഒരു വിശ്വാസി കഷ്ടതയുടെ ഒടുവിൽ പറഞ്ഞറിയിക്കാനാവാത്തതായ ആനന്ദത്തിലേക്കും തേജസ്സിലേക്കും പ്രവേശിക്കുകയായി. ദൈവിക ലോകശാന്തിക്ക് വേണ്ടി നിലനിൽക്കുന്നവരെ, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരെ, സ്തോത്രം. നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെ ക്ഷീണിച്ചു പോകുന്ന സന്ദർഭം വരുമ്പോൾ അതേ നമ്മുടെ അങ്ങനെ ആരെങ്കിലും വാക്കുകൾ നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ വരുന്നു എന്ന് വരികിൽ നാം ഒന്നുകൂടെ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. സാധു കൊച്ചു ഉപദേശിയുടെ ആ മരണക്കിടക്കയിൽ അത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് ഈ കിടപ്പ്, ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ? താൻ പറഞ്ഞത്, ഞാൻ ഒരു കാര്യത്തിനായി വ്രതമെടുത്ത് കിടക്കുകയാണെന്ന്. ഏത് കാര്യമാണ്? ആ പാട്ടിനകത്ത് പറയുന്നുണ്ട്, കർത്താവിനോട് ചേരുവാൻ ഹൃദയം വെമ്പൽ കൊള്ളുമെന്ന്. അതേ, കർത്താവിനോട് ചേരുവാൻ വെമ്പൽ കൊണ്ട് വ്രതമെടുത്ത് കാത്തുകിടന്ന വ്യക്തിയെ ക്ഷീണിപ്പിക്കുവാൻ മറ്റാരുടെയും വാക്കുകൾ അതേ പര്യാപ്തമല്ല. സ്തോത്രം. ഒരല്പ ദൂരം മാത്രം, ഒരല്പ കഷ്ടകാലം മാത്രം ഇത് ചേർന്ന ശേഷം നാം ക്രിസ്തുവിന്റെ മണവാട്ടിയായി, അവന്റെ പട്ടമഹിഷിയായി നിത്യതയിൽ എന്നേക്ക് വാഴാൻ പോകുകയാണ്. എസ്തേറിനെ തിരഞ്ഞെടുത്ത് അവളെ രാജ്ഞിയാക്കി തീർക്കുവാനായിട്ട് നിയോഗിച്ച് അതിൻ്റെതായ ശുദ്ധീകരണ കാലമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു നാളിൽ രാജാവിന് വിളി വന്നു എസ്തേറിനെ കൊണ്ടുചെല്ലുവാൻ. അവൾ ഒരു ദിവസം താമസം വിചാരിക്കുന്നുണ്ടോ? ഒരു മണിക്കൂറങ്ങ് കളഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്കൊന്നും ഒരു സെക്കൻഡ് പോലും കളഞ്ഞു കാണുകയില്ല. കാരണം ഒരു വർഷം കൊണ്ട് പലവിധമായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയി ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കിരീടധാരണ ദിനം വന്നപ്പോൾ ഒരു നിമിഷം പോലും കളയാതെ അവൾ ചെന്നിരിക്കണം. കാരണം രാജാവിന് വിളി ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് അവൾ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ രാജാതിരാജാവായ മണവാളന്റെ ആ വിളിശബ്ദത്തിനായി കാതോർത്ത് കഴിയുന്നവരായി തീരാം. അത്യാധുനികമായ ആശുപത്രിയിൽ 100 ഡോക്ടർമാരും 1000 നഴ്സുമാരും ചുറ്റുമുണ്ടെങ്കിലും ആയുസ് തീർന്നാൽ മരിക്കും. എന്നാൽ പിന്നെ അത് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവനും ദൈവമക്കളും ചുറ്റും നിൽക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ആത്മീകമായ അന്തരീക്ഷത്തിൽ കടന്നു പോകുന്നതല്ലേ നല്ലത്? വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെടുത്തി 98 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വിശുദ്ധിയും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് 18ാമത്തെ വയസ്സിലായാലും ക്രിസ്തുവിൽ വിശ്വാസത്തിൽ മരിക്കുന്നത് അത്യുത്തമം. സ്തോത്രം. നമ്മുടെ ഭാവി പ്രത്യാശയ്ക്കും നിത്യസൗഭാഗ്യത്തിനും മങ്ങലേൽപ്പിക്കുന്ന യാതൊന്നും ചെയ്യുവാൻ നമുക്കാർക്കും ഇടവരാതിരിക്കട്ടെ. വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ, നിങ്ങളുടെ ഭാവി പ്രത്യാശയ്ക്കും നിങ്ങളുടെ നിത്യസൗഭാഗ്യത്തിനും നിത്യദേശത്തിന് ഭംഗം വരുന്നത് ഒന്നും ഇരിക്കാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. സ്തോത്രം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തി ചിത്രശലഭത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. ചിത്രശലഭം അതിന് ആദ്യം ഇലകളിൽ ഇഴിഞ്ഞടക്കുന്ന ഒരു പുഴുവായിരിക്കും. അത് പിന്നീട് സ്വയം ഒരു കൂടുണ്ടാക്കി അതിനുള്ളിൽ കുറെ നാൾ സമാധിയിരിക്കും പോലും. അത് കഴിഞ്ഞ് അത് പുറത്തു വരുമ്പോഴാണ് ചിത്രശലഭമായി ചിറകൾ വെച്ച് നല്ല വർണ്ണരാജികൾക്ക് വിരിച്ച് ഇങ്ങനെ മനോഹരമായി പറന്നടക്കുന്നത്. എന്നാൽ ഈ കൊക്കൂണിനകത്തിരിക്കുന്നതായ ഈ പുഴു അതിന് ചെറിയ ഒരു ദ്വാരം ആ കൂടിനുണ്ടാക്കി അത് വളരെ കഷ്ടിച്ച് ക്ലേശിച്ച് ഞെരുങ്ങി വെളിയിലേക്ക് വരികയാണ്. ഒരാളിത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ കൊക്കൂണിന് ഒരു ചെറിയൊരു ദ്വാരം കണ്ടു. അതിനകത്ത് നിന്ന്
അത് ഞെങ്ങി ഞെരുങ്ങി പുറത്തോട്ടും കഷ്ടപ്പെടുന്ന, അയ്യോ പാപം ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ, വേദനപ്പെടുന്നല്ലോ, പ്രയാസപ്പെടുന്നെന്ന് കരുതി അതിനെ ആ ദ്വാരം ഇച്ചിരി വലുതാക്കിയും കൊടുത്തു. ഏതായാലും പെട്ടെന്ന് തന്നെ അതിലെ പുഴു പുറത്തു വന്നു. പക്ഷേ നോക്കിയപ്പോൾ അതിന് സൗന്ദര്യമൊന്നുമില്ല. നോക്കിയപ്പോൾ അതിനെ പറക്കുവാൻ ചിറകുകൾ അത് വേണ്ടുവിധം വളർച്ചയെത്തിയിരുന്നില്ല. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ളതായ ആ കഠിന ക്ലേശങ്ങൾ, ആ ഞെങ്ങിഞ്ഞിരങ്ങളുടെ ക്ലേശങ്ങളാണ് അതിൻ്റെ ചിറകുകൾ വളർച്ച പ്രാപിക്കുവാനും അതിന് സൗന്ദര്യം ഉണ്ടാകുവാൻ സഹായകമായി തീരുന്നത്. സ്തോത്രം. നമ്മുടെ ആത്മസൗന്ദര്യം നഷ്ടപ്പെടുത്തുവാനും നമ്മുടെ പറക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുവാനും മാത്രമേ മനുഷ്യനിൽ ആശ്രയം ഉതകുകയുള്ളൂ. ആകയാൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ആ മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. നിങ്ങൾക്കും എനിക്കും ദൈവത്തിന് ആവശ്യമായ കൃപയെ നൽകുമാറാകട്ടെ. നമ്മുടെ യേശു വരാറായി, നാം പറന്നു പോകാറായി. നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണോ? നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുണഞ്ഞ് ഉപേക്ഷിച്ച് നിങ്ങളുടെ കാൽവരിയിൽ വേദനപ്പെട്ട് ബോധപൂർവം സകല വേദനയും സഹിച്ച് രക്തം വില കൊടുത്ത പ്രായശ്ചിത്തമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളുക. അവിടെ കൊണ്ട് നിർത്താതെ മുഴുവൻ സ്ഥാനമായ സത്യത്തെ അനുസരിച്ച് ക്രിസ്തുവിനോട് ചേരുകയും ക്രിസ്തുവിനെ ധരിക്കുകയും അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുകയും ചെയ്യുക. കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക. ആത്മാവിനെ സത്യത്തിലും ആരാധിക്കുക, വേർപാട് അനുഷ്ഠിക്കുക, വിശുദ്ധി പാലിക്കുക. നിങ്ങളെ ഈ വിശേഷിക്കപ്പെട്ടതായ ഉൾപ്രാമണത്തിനായി ഒരുക്കുവാൻ പര്യാപ്തമായ ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടായ്മയെ കണ്ടെത്തി അപ്പോസ്തലിക പ്രതിഷ്ഠയുള്ള ശുശ്രൂഷകളുടെ കീഴിൽ നിങ്ങൾ കൂട്ടായ്മ ആചരിച്ച, പ്രത്യേകിച്ച് ദൈവികശാന്തി ഉപദേശത്തിന് നിലനിന്ന ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ പരിപൂർണത പ്രാപിച്ച് കർത്താവിന് വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരായി നമുക്ക് തീരാം. അതേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തീരുമാനം എന്തായിരിക്കണം? വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഉറക്കെ പറയാം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. സ്തോത്രം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്കത് ഉറക്കെ പറയാം. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി എല്ലാം നിവർത്തിച്ചിരിക്കുകയാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചു നിന്ദിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. അത്യുത്തമമായത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ തീരുമാനിക്കുക. അതിനുള്ളതായ കൃപ കർത്താവ് തരും. ആ കൃപ കാൽവരി ക്രൂശിൽ നിന്നാണ് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. സ്തോത്രം. ഒരു വിശ്വാസി രോഗിയായി തീർന്നു. തന്റെ രോഗം മൂർച്ഛിച്ച് വേദന അതികരശലായി മരണത്തോടെടുക്കുന്നതായ ഒരു പ്രത്യേകമായ സന്ദർഭമായിരുന്നു. ആ പ്രത്യേകമായ ആ സന്ദർഭത്തിൽ മാതാവ് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അടുത്ത് വന്നിരുന്ന് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. മാതാവ് കടന്നുപോയി. ഇപ്പൊ പിതാവും കടന്നു പോകുകയാണോ? ദൈവമേ. ആ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നതായ വേളയിൽ ഇദ്ദേഹം ഒരു ദർശനം കണ്ടു. കർത്താവ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നതായ ഒരു കാഴ്ച. ആ
ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുന്നത് പോലെ, ഞാൻ നിനക്ക് വേണ്ടി അതേ തകർന്നു, ഞാൻ നിനക്ക് വേണ്ടി മുറിവേറ്റു, എന്റെ അടിപ്പിണുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി വേദനയെല്ലാം ബോധപൂർവം സഹിച്ചു, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നത് കേട്ടു. ഉടനെ താൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കരച്ചിൽ നിർത്തിയാട്ടെ, നമുക്കൊരു പാട്ട് പാടാം. അതിങ്ങനെയായിരുന്നു: കാണുന്നു യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു. കാണുന്നു യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു. നന്ദിയാൽ പാടും ഞാൻ പ്രിയ നിൻ സ്നേഹമോർത്ത്, പാടും ഞാൻ ആമോദമോ പ്രിയ നിൻ സ്നേഹമോർത്ത്. എന്റെ സർവപാപവും കാൽവറിയിൽ നീക്കി, എന്റെ സർവരോഗവും കാൽവറിയിൽ നീക്കി, എന്റെ സർവപാപവും കാൽവറിയിൽ നീക്കി, എന്റെ സർവരോഗവും കാൽവറിയിൽ. പൊതുവഴി തുറന്നെനിക്കാം, ജീവന്റെ മാർഗത്തിൽ നടന്നിടുവാൻ. ജീവന്റെ പൊതുവഴി തുറന്നെനിക്കാം, ജീവന്റെ മാർഗത്തിൽ നടന്നിടുവാൻ. യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു. കാണുന്നു യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു. നേരായ പാതെ നേരിടും പ്രതിബന്ധം നീങ്ങിയെന്ന്, നേരായ പാതെ പോയിടുവാൻ. നിൻ മുൻപിൽ നിർമ്മലനായി നിന്നിടുവാൻ, നിൻ മാർവിൽ ചാരി ഞാൻ നടന്നിടുന്നേ. നിൻ മുൻപിൽ നിർമ്മലനായി നിന്നിടുവാൻ, നിൻ മാർവിൽ ചാരി ഞാൻ നടന്നിടുന്നേ. കാണുന്നു യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു. കാണുന്നു യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു. മരുവിലൻ പാദങ്ങളിടറിടാതെ, മരുവിലൻ മാനസം കലങ്ങിടാതെ, മരുവിലൻ പാദങ്ങളിടറിടാതെ, മരുവിലൻ മാനസം കലങ്ങിടാതെ. പാലിക്കും ദേവൻ തൻ വൻകൃപയിൽ, പാരിലൻ നാളുകൾ തീരും വരെ. പാലിക്കും ദേവൻ തൻ വൻകൃപയിൽ, പാരിലൻ നാളുകൾ തീരും വരെ. കാണുന്നു യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു. കാണുന്നു യേശുവിൻ സ്നേഹം കാൽവറിയിൽ, കാരുണ്യം തുളുമ്പും തൻ കണ്ണുകളാൽ കൃപ എനിക്ക് കിടുന്നു.
സ്തുതിച്ചിടുവാൻ പ്രിയനെ കണ്ടിടുവാൻ സഹളത്തിൻ ധ്വനി ശ്രവിച്ചിടുവാൻ പ്രിയനെ കണ്ടിടുവാൻ കലപ്പണിയും അധികമാകുമോ കഥനെ മുഖം കണ്ടിടുവാൻ കലപ്പണിയും അധികമാകുമോ കഥനെ മുഖം കണ്ടിടുവാൻ കാണുന്നു യേശുവിൻ സ്നേഹം കവറിയിൽ കാരുണ്യം തോളുമ്പും തൻ കൃപയെനിക്കേകിടുന്നു കാണുന്നു യേശുവിൻ സ്നേഹം കവറിയിൽ കാരുണ്യം തോളുമ്പും തൻ കൃപയെനിക്കേകിടുന്നു മരുവിയാൽ പാടും ഞാനാമോദമാ പ്രിയനെ സ്നേഹമോർത്ത് നന്ദിയെ പാടും ഞാനാമോദമാ പ്രിയനെ സ്നേഹമോർത്ത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി സ്നേഹത്തിന്റെ സ്നേഹഗായകരായി നമുക്ക് മാറാം. ഈ ഗാനം പാടി തീർന്നപ്പോൾ ആ പ്രിയ സഹോദരനെ അത്ഭുതകരമായി സൗഖ്യമാക്കി. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിനക്കായി നിന്നോടുള്ള സ്നേഹം നിമിത്തം സത്യത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഉറച്ചു നിൽക്കുന്നു. വേദനയുണ്ട്, കഷ്ടമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. എന്നാൽ എന്റെ കണ്ണുനീരെല്ലാം താമസമില്ലാ തീരും. അരുമദാസനായ കർത്താവേ, നീ എന്നെ ചേർക്കുവാനായി വേഗത്തിൽ വെളിപ്പെടും. ഞാൻ നിന്റെ കാഹളധ്വനി കേൾക്കും. ഞാനെന്ന് മരിച്ചവരുടെ ഗണത്തിലെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവിച്ചിരിക്കുന്ന അവരുടെ ഗണത്തിലാണെങ്കിൽ എന്റെ ശരീരം രൂപാന്തരം പ്രാപിക്കും. ഞാൻ നിന്നോട് സദൃശ്യനായി തീരും. എന്റെ വേദനയെല്ലാം തീരും. എന്റെ കർത്താവേ, നിന്റെ മാർവോട് ഞാൻ അണയും. എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട ആ കരങ്ങൾ എന്നെ ആശ്ലേഷിക്കുമല്ലോ. എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കരങ്ങളെയും എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട പാദങ്ങളെയും ഞാൻ മുത്തം ചെയ്യും. നിത്യാദിയുഗങ്ങളായി നിൻ മഹാരാജാവായി നിന്റെ രാജ്ഞിയായി പുതിയ യെരൂശലേമിലും സിയോനിലും എന്നും എന്നേക്കും നിന്നോടുകൂടെ വാഴും. ഈ മഹാസൗഭാഗ്യത്തിന് വേണ്ടി എന്റെ ജീവനെ പാനീയകമായി ഒഴിക്കുവാൻ ആവശ്യമായ കൃപ എനിക്ക് നൽകുമാറാകണമേ. ഈ വചനങ്ങളെ കേട്ട നിങ്ങൾക്കേവർക്കും ഈ വിലപ്പെട്ട അപ്പോസ്തലിക സത്യത്തിന് വേണ്ടി പിതാക്കന്മാർ ആയിരമായിരങ്ങൾ ജീവൻ ബലിദാനമായി നൽകിയ രക്തസാക്ഷിത്വം വരിച്ച ഈ മഹനീയ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കൃപ നൽകട്ടെ. അങ്ങനെ നിലനിൽക്കുവാൻ എനിക്കും കൃപ ലഭിപ്പാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസമാഹാത്മ്യം കാത്തിടുവാൻ വിശ്വാസവീരനായി അടരാടും ഞാൻ. ജയമെനിക്കവകാശമേ, വിശ്വാസവീരനായി അടരാടും ഞാൻ. ജയമെനിക്കവകാശമേ. ലോകം നൽകാത്ത ശാശ്വത ശാന്തി വിശ്വാസപാതയിലുണ്ടെനിക്ക്. ലോകം നൽകാത്ത ശാശ്വത ശാന്തി വിശ്വാസപാതയിലുണ്ടെനിക്ക്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശു മതിയെനിക്ക്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശു മതിയെനിക്ക്. നൽകാത്ത
ശാശ്വത ശാന്തി വിശ്വാസപാതയിലുണ്ടെനിക്ക്. ലോകം നൽകാത്ത ശാശ്വത ശാന്തി വിശ്വാസപാതയിലുണ്ടെനിക്ക്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശു മതി എനിക്ക്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശു മതി എനിക്ക്.